കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. You all in the name of Jesus. ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങൾ കർത്താവിനെ ആരാധിപ്പാൻ ഒരു ഭാഗ്യം ലഭിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Praise God that we have gotten an opportunity to praise God in the last moments of this year. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. We were listening to a great message. ഡോക്ടർ റോണി പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വാക്യം അവസാനമായി ഇങ്ങനെ പറഞ്ഞു, ഈവൻ ദ ഹാർഡ് pathways overflow with abundance. As Dr. Roni was speaking, he concluded with a verse like this from Psalm 65. കഠിയായ പ്രയാസമുള്ള പാതകൾ മുൻപിൽ വന്നാലും അതിനെ സംതൃപ്തിയോടെ നിറയ്ക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. Hallelujah. Even the hard ways, that our God can fill with abundance. 2024 അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം വഴി നടത്തിയത് ഓർത്താൽ നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. കരമുയർത്തി കർത്താൻ സ്തോത്രം ചെയ്താട്ട്. Hallelujah. Let us give praise to the Lord who led us through difficult paths in 2024. എൻ്റെ പ്രിയ സുഹൃത്ത് പാസ്റ്റർ ബിജീൻ, എൻ്റെ മകൾ ആഷ്ലി, ഹസ്ബൻഡ് ഡാനിയൽ നമ്മളെ നമ്മുടെ കൂടെ ഇന്ന് ആരാധിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. Now we welcome dear Ashley and her husband Daniel. We welcome you and thank you for worshiping together with us. നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മകനാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ് റിജോ തോമസ്. നമ്മുടെ കൂടെ ചില ആഴ്ചകൾ ആരാധിക്കുന്നു. ഈ രാത്രിയിൽ നമ്മുടെ ആരാധിക്കുന്ന ഞങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്നു. And Ashley is our friend's daughter, while brother Rijo Thomas is worshiping with us. He's my friend and we are so happy that you are with us. Hallelujah. ബാക്കി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വന്ദനം ചെയ്യുകയാണ്. And everyone, we greet you in the name of Jesus. ഞാൻ അടുത്ത ചില 40 മിനിറ്റുകൾ നിങ്ങളുടെ വചനം പറയാനായിട്ട് 20 മിനിറ്റ് ഞാൻ എടുക്കും, 20 മിനിറ്റ് മിനി എടുക്കും. I want to share with you from the word of God. Hallelujah. Praise God. Amen. നമ്മളൊരു പുതിയ വഴിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. So we are about to enter to a new year or a new way. ഇന്ന് രാവിലെ നമ്മൾ കേട്ടത് 4 വാക്കുകളാണ് പാസ്റ്റർ റജിയിൽ നിന്ന് നമ്മൾ കേട്ടത്. This morning we heard 4 different words. ഒന്നാമത്തെ വാക്ക് പറയാം ആർക്കെങ്കിലും? If you remember the first one. ഒന്നാമത്തെ വാക്ക്, കർത്താവേ നിന്റെ വഴി ഞങ്ങളെ, show me your ways, നിന്റെ വഴി ഞങ്ങളെ കാണിച്ചു. So the first one was the prayer that show me your ways, Lord. പാസ്റ്റർ നമ്മുടെ ഇംഗ്ലീഷ് പാസ്റ്റർ ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത്, ഹാർഡായിട്ടുള്ള വഴികളിൽ നമ്മൾ പോകേണ്ടി വന്നാലും അവിടെ സമൃദ്ധി കൊണ്ട് ദൈവം നിറയ്ക്കും. And our English pastor ended like this, even though we have to go through difficult paths, God can fill us with abundance. നമ്മൾ ഒരു പുതിയ ജേർണി ആരംഭിക്കാൻ പോവുകയാണ്. And we are about to start a new journey, a new path. എല്ലാവരും റെഡിയാണോ ഒരു പുതിയ ജേർണി അങ്ങോട്ട് തുടങ്ങാനായിട്ട്? Are you all ready? 2025 വരവേൽക്കാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചേ. Are you all ready to welcome the new year 2025? ഹലോ, എന്നെ നോക്കി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്തെന്നേ. ഓക്കെ ആണോ? നമ്മൾ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മളൊരു പുതിയ വർഷത്തെ വരവേൽക്കുകയാണ്. So children, we are about to enter into a new year. We are about to welcome a new year in less than 2 hours. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കേൾവിക്കാർ ചിന്തിക്കും, ഈ പെന്തക്കോസ്തുകാർക്ക് എന്താണ് ഈ എല്ലാ വർഷത്തിന്റെ അവസാന ദിവസം വലിയ ആഘോഷമാക്കുന്നതെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. Maybe people would think, why we make it a big deal, about the end of the year or the beginning of another year. ഞങ്ങൾക്ക് ഒരു ദിവസവും ഒരു പ്രത്യേകതയില്ല. So for Pentecostals, we have every day it's the same. No days are special for us. എന്നാൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും പ്രത്യേകത ഉള്ളതുമാണ്. But on the other hand, every day is special for us as well. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നവരാണ്. Because every day we celebrate and we praise God. എൻ്റെ പ്രിയപ്പെട്ടവർ എഗ്രി ചെയ്യുന്നെങ്കിൽ ഒന്ന് നിങ്ങൾ ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്തേ. Hallelujah. 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 ഞങ്ങൾ ഈ രാത്രിയിൽ ലോകത്തുള്ള മനുഷ്യർ പലതിനാ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ ഈ രാത്രി വന്നത് യേശു ക്രിസ്തുവിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. So as a world, celebrate in many different ways, being out there, enjoying and celebrating, we as a church are gathered here in order to thank our God for His faithfulness in our lives. ഓസ്ട്രേലിയ, എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡ് ആണെന്ന് ആദ്യം, ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഒക്കെ ഓൾറെഡി പുതിയ വർഷമായി കഴിഞ്ഞു. So in Australia, New Zealand, even in India, it's all New Year. അല്ലേ? ആദ്യം അവിടെ ഓസ്ട്രേലിയ അല്ലേ?
ആദ്യം ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പിന്നെ ഇന്ത്യയൊക്കെ പുതിയ വർഷത്തിൽ കയറി കഴിഞ്ഞു. So, many other countries, including our motherland, they are already in the new year. നമ്മൾ കുറച്ച് മിനിറ്റ് കഴിയുമ്പോൾ കാണാം പുതിയ പാട്ടൊക്കെ പാടി നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. Now, after a few minutes, we also enter the new year with the new songs. അപ്പോൾ അവർ നമ്മൾ നോക്കിച്ചിരിക്കും, അവരാണ്ട് കയറുന്നേ ഉള്ളെന്ന് പറയും. So they would look, oh, they are only, entering the new year. We are already in new year. അതുകൊണ്ട് ഈ മിനിറ്റിനും മണിക്കൂറിനൊന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല. So, don't think that there is anything, like too special about the minutes or, the നേരത്തെ seconds. 9 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരെ കണ്ണടഞ്ഞ് വരുന്നുണ്ട്. കണ്ണടക്കരുത്, ഞാൻ വിളിക്കും, പേര് വിളിക്കും. So, some of our people, are used to sleep, early. I know that you're sleepy. അപ്പോൾ നമ്മൾ ഒരു പുതിയ യാത്രയ്ക്ക് തയ്യാറാകുകയാണ്. But we are about to set up for a new journey. ഇന്നലെ കർത്താവ് പറഞ്ഞു 11 ദിവസം കൊണ്ട് എത്തേണ്ടുന്ന സ്ഥലം ഒരു കൂട്ടം ജനം 40 വർഷം കൊണ്ടാണ് എത്തിയത്. So yesterday we heard that for a short journey of 11 days distance, a group of people had to travel for 40 years to enter that place. അവർ 40 വർഷം സഞ്ചരിച്ച് ആ ദേശം ഇങ്ങനെ കാണാനായിട്ട് അടുത്തെത്തിയിരിക്കുകയാണ്. So they traveled for years and years and years and years, and they are about to enter that land finally. മക്കളെ, അവരെ പ്രോമിസ് അവരെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. So that means the land that they were looking for, or their promise, is right in front of them. അവരുടെ ലീഡർ ആ പ്രോമിസിനെ കണ്ണുകൊണ്ട് കണ്ടു, പോകാൻ പറ്റിയില്ല. And their leader was about to see that promise but could not enter. ലീഡർ കേറുന്നതിന് മുമ്പ് മരിച്ചു. Their leader did not enter the land when he died. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ വാക്യം വായിക്കുമ്പോൾ, and the book of Joshua chapter 1 verse 1 onwards, യോശുവയെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ്, and God called Joshua and said, നിങ്ങളുടെ ലീഡർ മോശ മരിച്ചു, and Moses died, your leader Moses പക്ഷേ died. നിങ്ങളുടെ വാഗ്ദത്തദേശത്ത് നീ ജനത്തെ കൊണ്ടുപോകണം. But you have to lead these people to their promised ഈ land. വാക്ക് കേട്ട് പേടിച്ചു പോയി യോശുവ. And Joshua was afraid hearing this word. യോശുവയുടെ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, And God told Joshua, don't be മോശയുടെ afraid. കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. As I was with Moses, I will be with you. നീ ഈ ജനത്തെ അവിടെ കൊണ്ടെത്തിക്കും. And you will lead these people to their promised land. ഇപ്പോൾ അവര് കനാൻ ദേശത്തിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ജോർദാൻ കടന്നാൽ കയറാൻ പറ്റുന്നതിന്റെ ഇപ്പുറത്ത് ജോർദാനിൽ വന്ന് തമ്പടിച്ചു. So now they are in right beside Jordan, and if they cross this river Jordan, they will be in the promised land. 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചിന്തയ്ക്കായി പറയുന്നത്. And I am going to share with you from chapter 3 verses 1 through 6. ജോർദാന്റെ അടുക്കൽ വന്ന് തമ്പടിച്ചു. They are beside Jordan. ഹല്ലേലൂയ. Amen. തമ്പടിച്ചിട്ട് 3 ദിവസം അവിടെ പാർത്തു എന്ന് 2-ാമത്തെ വാക്യത്തിൽ കാണാം. In verse 2 of chapter 3 you can see that they stayed there for 3 days. A preparation for a new journey. ഒരു പുതിയ യാത്രയ്ക്ക് വേണ്ടി പോകാനായിട്ട് അവർ പ്രിപ്പയർ ചെയ്യുകയാണ്. They are preparing for their new journey. They are setting up for their new journey. 3 ദിവസം അവർ അവിടെ തമ്പടിച്ചിട്ട് അവരിങ്ങനെ പ്രിപ്പയർ ചെയ്യാണ് ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാനായി. And they are preparing to go to the new place. നമ്മളൊക്കെ ഒരു പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവർ സമയമെടുക്കും. So like our forefathers, they would prepare some time, with prayer. എല്ലാ വർഷവും ഒരു പുതിയ വർഷത്തെ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ആഹ്വാനം ചെയ്യും, കുറച്ച് ദിവസമൊക്കെ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. So I also encourage everyone to pray for few days. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് എല്ലാവരും വരും. And 2 days. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് You all take time to come for prayer. ജോലിയില്ലാത്ത, അത്യാവശ്യം യാത്രയില്ലാത്ത എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ സഭയിൽ അത് അങ്ങനെ ചെയ്യാറുണ്ട്. So you all come together for fasting and prayer. ഞാനത് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. And I appreciate you for that. എന്താ കാര്യം അറിയാമോ? You know why? നാളെ നമ്മൾ സ്റ്റെപ്പ് വെക്കാൻ പോകുന്ന സ്ഥലം നമുക്ക് കണ്ടിട്ടില്ല. Because we don't know where are we going the next minute. എന്തൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല. We don't know what we are going to face. യോശുവയും ജനവും കൂടെ യോർദാന്റെ കരയിൽ വന്ന് തമ്പടിച്ചു. And Joshua and his people, they gathered and they were beside Jordan. 2-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാമോ? 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? 2-ാമത്തെ വാക്യം. 3 ദിവസം അവരെന്ത് ചെയ്തു? അവരവിടെ എന്ത് ചെയ്തു? After 3 days, അവർ ക്യാമ്പ് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് യോശുവയുടെ കൂടെയുള്ള ദ പ്രിൻസസ് ഓഫ് ദ ലീഡേഴ്സ് എന്ന പദം കൊടുത്തിട്ടുണ്ട്. അവർ ലീഡേഴ്സ് എഴുന്നേറ്റു. And their leaders, stood up. ലീഡേഴ്സ് എഴുന്നേറ്റിട്ട്
പാളയത്തിലേക്ക്, ജനത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി. ചർച്ച് ഒരു വേർഷനിൽ അസംബ്ലിയുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറയുന്നുണ്ട്. So in one version it says they went to the assembly. അപ്പം ലീഡേഴ്സ്, പ്രിൻസസ്, അവരെ പുരോഹിതന്മാർ അവരുടെ ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നറിയാം, 3 ദിവസം ക്യാമ്പ് ചെയ്തപ്പോൾ God spoke, ദൈവം എന്തോ സംസാരിച്ചു അവരോട്. And God spoke to the leaders as they were camping there. അടുത്ത വർഷം നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. And God spoke to me, how we should move forward next year. അത് കേട്ട പ്രമാണിമാർ ജനത്തിനടുക്കലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. And these leaders, after hearing that, went to the people. ഒരു 5-6 കാര്യം അവർ പറഞ്ഞു അവരോട്. And they said few things. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുകയാണ്. I want to share with you those things. 5 പോയിന്റുകൾ പറയും, ഞാൻ അവസാനിപ്പിക്കും. And I will share with you 5 points. സമയം അനുവദിക്കുന്നെങ്കിൽ കുഞ്ഞുങ്ങളോടെല്ലാം ഈ 5 പോയിന്റ്സ് ഞാൻ ചോദിച്ചിട്ടേ ഇരിക്കും. So children, these 5 points Pastor Uncle is going to ask you, okay? ഓരോ വാക്യം നിങ്ങൾ നോക്കണം. മോളെ where is your Bible മോളെ? ആഡു, where is your Bible? Please bring your Bible, okay? Don't forget. മോളെ ബൈബിൾ എന്ത് എടുത്ത്. Take your I'm going to read verse 3, chapter 3 verse 3. Book of Joshua, 3-ാം അധ്യായം, അതിന്റെ 3-ാമത്തെ വാക്യം. Joshua chapter 3 verse 3. എന്താണ് ഈ പ്രിൻസ്, എന്താ ഈ ലീഡേഴ്സ് വന്ന് പറഞ്ഞത്? And what are these leaders telling? ഒന്നാമത് പറഞ്ഞത് എന്താണെന്നറിയാമോ? വായിക്കൂ, 3-ാമത്തെ വാക്യം വായിക്കൂ. നിങ്ങൾ കാണുമ്പോൾ പെട്ടകത്തിന്റെ പിന്നാലെ നിങ്ങൾ സഞ്ചരിക്കുക. You have to go after the ark. ഹലോ, എന്താണ് പറഞ്ഞേ? നിങ്ങൾ പുതിയ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടാൻ പോകുകയാണ്. So you are about to go for a new journey. യഹോവയാം ദൈവത്തിന്റെ പെട്ടകം നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. So you have the ark of God, ark of covenant of the Lord with you. അത് ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെടുമ്പോൾ പെട്ടകത്തിനെ ഫോളോ ചെയ്യുക. So when you see the Levites and the priests who are bearing the ark, you shall also get up from your place and go after it. Jeremy Matthew, what is the meaning of this ark of God? പെട്ടകത്തിന്റെ മീനിങ് എന്താ? So what does this ark of covenant or ark of God represent? പറഞ്ഞാട്ടെ, ഏബലമൻ പറഞ്ഞാട്ടെ. Presence of God, ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നതാ. So it shows the presence of God. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പിന്നിൽ നിങ്ങൾ നടക്കുക. That means you have to walk behind the presence of God. Advance with God. ദൈവത്തിന്റെ പിന്നാലെ നിങ്ങൾ തുടരുക. We have to go after God, or we have to advance with God. ഒന്നുകൂടെ പറയാം, ദൈവത്തെ മുൻപിൽ നിർത്തുക. So in other words, like God should be ahead of us. പുതിയ ജേർണിക്ക് നിങ്ങൾ തയ്യാറാകുമ്പോൾ, As we are preparing for a new journey, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴിയിലേക്ക് സ്റ്റെപ്പ് വെക്കുമ്പോൾ, as you are entering a new way, എന്റെ ദൈവസഭ ജനം തയ്യാറാകണം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. we have to give priority to God. കർത്താവിന് മഹത്വം കൊടുത്താട്ട് Amen. Hallelujah. അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ബിന്ദുമാമേ, എന്ത് ചെയ്യണം? പറഞ്ഞാൽ എന്ത് ചെയ്യണം? പെട്ടകത്തിന്റെ പുറകെ നിങ്ങൾ പോകണം. We have to go after the ark of God. 4-ാമത്തെ വാക്യം, verse 4. Verse 4. എന്നാൽ നിങ്ങൾക്കും അതിന്റെ ഇടയിൽ 2000 മുഴം അല്ലെങ്കിൽ 3000 ഫൂട്ട് എന്നൊരു പദം കൊടുത്തു. 3000 അടി. 3000 അടി എന്ന് ഓൾമോസ്റ്റ് ഒരു 1.25 കിലോമീറ്റർ ഒരു ഗ്യാപ്പ് ഇടണം നിങ്ങൾ. So the gap between that and you should be 2000 cubits or 3000 feet. നിങ്ങൾ എന്നോടോ എന്തോ അതിന്റെ അർത്ഥം? എന്തോ നിങ്ങൾക്ക് മനസ്സിലായ അർത്ഥം? And what does that mean? പെട്ടകത്തിന്റെ പുറകെ നിങ്ങൾ പോകണം. You have to go after the ark. ദൈവം മുമ്പിൽ പോട്ടെ, നിങ്ങൾ പുറകെ പോയാൽ മതി. So you have to go after the presence of പക്ഷെ God. നിങ്ങൾ പോകുമ്പോൾ When you go, അല്പം ഒന്ന് ഗ്യാപ്പ് ഇട്ട് നടന്നോണം. you have to keep a distance or a എന്തോ gap. അതിന്റെ അർത്ഥം? ഒരു തിയോളജിയും പറഞ്ഞ വാക്കിങ്ങനെയാണ്. സെക്കൻഡ് പോയിന്റ്, അഡ്വാൻസ് വിത്ത് റെവറൻസ് എന്നൊരു പദമുണ്ട്. So this is what like one theologian opinioned about this, that you have to advance or you have to follow with reverence. ബഹുമാനത്തോടെ
പിന്തുടരുക. No, as we follow, we have to show our reverence ദൈവ to ഭയത്തോടെ പിന്തുടരുക. with the fear of God in our hearts. പക്ഷെ എന്താ അങ്ങനെ പറയാൻ കാരണം? Why do I say that? പണ്ട് ദാവീദിന്റെ കാലത്ത് During the time of David, ഈ പെട്ടകം അത് ഓബേദെദോമിന്റെ ഭവനത്തിലിരുന്നു. this ark was in the house of Obed-edom. ആ പെട്ടകത്തെ കൊണ്ടുവരാനായിട്ട് ദാവീദ് തീരുമാനമെടുത്തു. And David decided to bring it back. തീരുമാനമെടുത്ത് കൊണ്ടുവരാനായിട്ട് താൻ ചെയ്യുന്ന കാര്യം 2 ശമൂവേൽ 6-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യം കൊടുത്തിട്ടുണ്ട്. And it is in the book of 2 Samuel chapter 6. അതിനകത്ത് നിങ്ങൾ നോക്ക്, 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് 30,000 വിരുദ്ധന്മാരെ കൂട്ടി അവർ എന്ത് ചെയ്തു? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിയിട്ട് അവരെന്ത് ചെയ്തു? അവിടെ തെറ്റി. ഇത് വിരുദ്ധന്മാരുടെ കൊണ്ട് നടക്കേണ്ട കാര്യമല്ല പെട്ടകം. പറഞ്ഞാട്ടെ, വിരുദ്ധന്മാരെ കൊണ്ട് നടക്കേണ്ട പെട്ടകം. So they were gathering many men from Israel to bring it back, but it is not supposed to be like that way. പിന്നെ ആരെ ചുമക്കേണ്ട ഇത്? So who are supposed to carry it instead? ലേവിയെന്നോ അല്ലെങ്കിൽ പുരോഹിതന്മാർ ചുമക്കേണ്ടതാണല്ലേ? So it is supposed to be the priest or the Levites should carry it. 2-ാം വാക്യം കാണിച്ചേ. In verse 2, 2-ാം വാക്യം കാണിച്ചേ. ആ 4-ാമത്തെ വാക്യം വായിച്ചു. 4-ാമത്തെ വാക്യം വേഴ്സ് 4. കുന്നിന്മേലുള്ള അബിദാനാമിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുവരുമ്പോൾ അഹ്യോ പെട്ടകത്തിന്റെ അവിടെ തെറ്റിയോ? So in verse 4 that we read that they brought it out of the house of Abinadab, which was at Gibeah, accompanying the ark of God, and a man named Ahio went before the ark. ആർക്ക് ചുമക്കേണ്ടത് പുരോഹിതന്മാരാണ്. And the ark was supposed to be carried by the priest. ആർക്ക് മുൻപിൽ പോകണം? The ark has to go ahead. നമ്മൾ എന്ത് ചെയ്യണം? പുറകിൽ പോകണം. And we have to follow. ഞാൻ വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലേ? അവിടെ തെറ്റി. And like here the Lord പെട്ടകത്തിനോടുള്ള ബഹുമാനം ഈ കുഞ്ഞുങ്ങളുടെ അങ്ങ് പോയി. So the children lost their reverence to the presence of God because it has been sitting in their house. ഇത് വണ്ടിയിൽ താഴേക്ക് പോകാൻ തന്നെ കേറി പിടിച്ചു. And a man tried to catch it when he saw that it was going to fall down. അപകടം പറ്റിയ ചരിത്രം നിങ്ങൾക്ക് വായിച്ചിട്ടില്ലേ? And you have read what happened there. അതുകൊണ്ടാണ് ഇനി നിങ്ങൾ വാഗ്ദേശത്തേക്ക് പോകുമ്പോൾ, പുതിയ ദേശത്തേക്ക് പോകുമ്പോൾ, that is why they were told as you are walking to your promised നിങ്ങളൊരു land, 3000 ഫീറ്റിങ് ബാക്കി നടന്നാൽ മതി, അതിനോടൊരു ബഹുമാനത്തോടെ നടക്കണമെന്ന് ഒരു ദൂത് പുരോഹിതന്മാർ പറയുകയാണ്. And you have to keep a distance of 3,000 feet so that you can show the reverence to it. 2025 നാം ഒരു പുതിയ ജേണിക്ക് തയ്യാറാകുമ്പോൾ ഒന്ന് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. So let us remember that we give our first priority to God. 2 ദൈവ ഭയം അല്പം ഒന്ന് കൂട്ടിയേക്കുക. Number 2, let us show more reverence to the presence of God. മക്കളെ, ദൈവ സാന്നിധ്യത്തിൽ നാം ബഹുമാനത്തോടെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുകയാണ്. And the Holy Spirit wants to tell us that we have to show reverence when we are in the presence of the Lord. 3-ാമത്തെ 4-ാമത്തെ വാക്യം വീണ്ടും വായിക്കുമ്പോൾ 3-ാമത്തെ ചിന്ത എന്താ വായിക്കുന്ന അറിയാമോ? യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം verse 4 again. എന്താ വായിക്കുന്നേ? യോശുവയുടെ പുസ്തകം കണ്ടിന്യൂ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? മുമ്പിൽ ദൈവം, മുമ്പിൽ പുരോഹിതന്മാർ, മുമ്പിൽ ദൈവം, മുമ്പിൽ പെട്ടകം. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഫോളോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വഴി അറിയാം. ഹലോ, നിങ്ങൾ വഴി തേടി പോകണ്ട. സ്തോത്രം പറഞ്ഞു. 2025 നാം വഴി തേടി പോകണ്ട. We don't have to go look for our own ways. മുമ്പിൽ പുരോഹിതന്മാരും പെട്ടകം കൂടെ പോകുക. So the presence of the Lord and the ark and the അവർ നമുക്ക് വേണ്ടി വഴി ഓപ്പൺ ചെയ്യും. And the way will be opened. അവർ യോർദാൻ നിനക്ക് വേണ്ടി വിഭാഗിച്ചു തരും. And the Jordan will be divided. അവർ പ്രശ്നങ്ങളെ അവർ ആദ്യം കാല് വെക്കും. And they will place their foot. നിങ്ങൾ അങ്ങനെ വഴി അറിയും. You will know the way in that way. ദൈവത്തെ ബഹുമാനിക്കാൻ തയ്യാറായാൽ
If we are ready to honor ദൈവത്തെ God, മുൻപേ വിടാൻ തയ്യാറായ if you are ready to let God നാം പോകേണ്ട വഴി 2025 ദൈവം നമുക്ക് കാണിച്ചു തരും. if we are ready to let God go മനസ്സിലാകുന്നവരുണ്ട് ahead of us. കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ട് Hallelujah. Amen. ദൈവത്തിന് ഒന്നാം സ്ഥാനം ദൈവത്തെ മുൻപിൽ വിടുക. If we are ready to give priority to God, He will show us the way to go. നിങ്ങൾ അങ്ങനെ വഴി അറിയും. And you will know the way that അടുത്ത way. വാക്യം എന്താ അറിയാമോ? You know what is the next ഈ verse? വഴി നിങ്ങൾ മുമ്പേ, എന്റെ അർത്ഥം എന്താ? For you have not passed this way before. ഇന്ന് രാവിലെ ഞാൻ ജെറമിയും കൂടെ ഞങ്ങൾ അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് വണ്ടി പിക്ക് ചെയ്യാൻ പോയി. So this morning, Jeremy and I went to a far place to pick up a car. ആ വണ്ടി എടുത്ത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ആ ദേശമൊന്നും അറിയത്തില്ല, സ്ഥലമൊന്നും അറിയില്ല. So as we came out of that place, I have no idea about that place. ഞാൻ ജെറമിയോട് പറഞ്ഞൊരു വാക്ക് ഇതാണ്, മോനെ നമ്മൾ ഇതുവരെ പോകാത്തൊരു വഴിയാണ്, സൂക്ഷിക്കണം. So I told Jeremy that this is a new way for us, we must be careful. ഈ വഴി നിങ്ങൾ മുമ്പേ പോയിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? What does it mean that you have not passed this way? മോള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പപ്പ പറയാണ്, മോളെ നീ ഇതിൽ പോകാത്ത വഴിയാണ്, സൂക്ഷിക്കണേ. സൂക്ഷിക്കണം എന്നല്ലേ? So suppose when you get out of your house in the morning, your dad says that you have not gone this way before, so be careful. That means you must pay more attention. Advance with caution. That is our third point, that we have to advance with caution. നിങ്ങൾക്ക് കർത്താവ് മുമ്പിലുണ്ട്, God is ahead of you. കർത്താവിനെ ബഹുമാനിച്ച് നടക്കുകയാണ്, We are giving reverence to Him. കർത്താവിനെ നമ്മൾ കണ്ടവരാണ്. We have seen God. കർത്താവിനെ കണ്ടു എന്ന കെറോഫിൽ നമുക്ക് തോന്നിയതുപോലെ നടക്കാൻ പറ്റത്തില്ല. Because we know God, we cannot walk. വല്ലവിധേനയും വൃതന്മാരെ തെറ്റിക്കാൻ നോക്കുന്ന അലർന്ന സിംഹം പോലെ പിശാച് നമ്മെ നോക്കിയിരിക്കുന്ന കാലഘട്ടമായത്. And the enemy is working his strategies to make us fall. 2024 വെല്ലുവിളിയല്ല നമ്മുടെ വെല്ലുവിളി 25. In 2025, that the challenges will be So more. be careful എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ദൂത് പറയുക. So Holy Spirit is giving us warning that we have to advance. മക്കളെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വഴി നീ യാത്ര ചെയ്യുമ്പോൾ as you walk in the new way that you have be never seen. careful, സൂക്ഷിച്ച് നടക്കുക. We have to walk with caution. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? Amen. ഈ ശബ്ദത്തിലും ഈ മെസ്സേജിനും മുമ്പിലും ഉറക്കപ്പെടുന്ന കരം ഉയർത്തിക്കേ. ആരും ഉറക്കം വരുന്നില്ല, പക്ഷെ കണ്ണൊക്കെ തൂങ്ങി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഉണർത്തിയിരുത്തുക എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. സ്തോത്രം. മൂന്നാമത്തെ ചിന്ത പറഞ്ഞ അനുമോളെ, ഒരു മുന്നറിയിപ്പാണ്, ഒരു മുന്നറിയിപ്പാണ്. ദൈവസഭയെ, കുടുംബങ്ങളെ മുന്നറിയിപ്പാണ്. കഴിഞ്ഞ 6 ദിവസം പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് 2025 പ്രവേശിച്ച് നിങ്ങളോട് പറയാൻ പറയുന്നു, ബി കെയർഫുൾ, ബി കെയർഫുൾ. ഒരു മുന്നറിയിപ്പ് പറയുകയാണ്, നിങ്ങൾ സൂക്ഷിച്ച് സ്റ്റെപ്പ് വെക്കുക. So as we advance, we have to give caution. നിങ്ങളുടെ പ്രതിയോഗി സർവശക്തനല്ല, അവൻ ശക്തനാണ്. So our enemy is not almighty, but he is strong. സർവശക്തൻ എൻ്റെ മുമ്പിൽ നടന്നു പോകുന്നുണ്ട്. But the Almighty is going ahead of us. അവൻ എനിക്ക് പിൻപിലും മുൻപിലും പടയായിട്ടുണ്ട്. And he is ahead of me and he is behind me. 2025 ആൽബനി ചർച്ചിന് സൈന്യ നായകനായി കർത്താവ് മുമ്പിൽ പോകുന്നുണ്ട്. And to Albany Church, are the host of the അവൻ army. He is മുമ്പേ ahead of പോയി us. താമ്ര ഓടാമ്പലുകളെ തകർക്കുവാൻ അവൻ എൻ്റെ മുമ്പേ സൈന്യ നായകനായി പോകുന്നുണ്ട്. He is the leader of the army, breaking every obstacle in ഞാൻ my എന്റെ way. പ്രാർത്ഥനാ മുറിയിൽ പിശാചോട് വെല്ലുവിളിച്ചിട്ട് ദൂത് തയ്യാറാക്കിയത്, പിശാചേ, എനിക്ക് മുമ്പേ പെട്ടകം പോകുന്നുണ്ട്, അവനെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയത്തില്ല. Hallelujah. ദൂത് മനസ്സിലാകുന്നവർ ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് കരമടിച്ച് ആരാധിക്കട്ടെ. എനിക്ക് മുൻപേ ഒരു സൈന്യ നായകൻ പോകുന്നുണ്ട്. Amen, 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 amen. Hallelujah. So be careful. കർത്താവിന്റെ പുറകിൽ അങ്ങ് പോയാൽ മതി, നമ്മൾ ടേൺ ചെയ്യാൻ പോകരുത്. So let us walk with caution, following his footsteps, not turning right or left. അപ്പോൾ മുന്നറിയിപ്പ് തരുന്നു, കോഷൻ തരുന്നു, ഒരു മുന്നറിയിപ്പ് തരുന്നു. എന്താണെന്നറിയാമോ? നമ്മൾ പുതിയ വഴിയിലോട്ടാണ് പോകുന്നത്. ബി കെയർഫുൾ. അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം വായിച്ച്, 5-ാമത്തെ വേഴ്സ് 5. ലിസൺ, 2025 പരിശുദ്ധാത്മാവ് എനിക്ക് എന്നോട് പറയുക, നിങ്ങളോട് പറയാൻ പറയുക, മക്കളെ, ആടുമോളെ, കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടെ. സിമ്പിൾ മെസ്സേജ്, സിമ്പിൾ പോയിന്റ്സ്. നിങ്ങളാണ് നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് കയറാൻ നിൽക്കും. So you are about to enter the promise now.
മക്കളെ, കുടുംബമേ, നിങ്ങളുടെ വാഗ്ദത്തം കണ്ണുകൊണ്ട് കാണാം. So your promise is, right in front of you. 24 റീസ്റ്റോർ ചെയ്യാന്ന കർത്താവ് പറഞ്ഞ് നമ്മളെ കയറ്റിവിട്ടത് ഇങ്ങോട്ട്. If God, promised us to restore you, പല മണ്ഡലങ്ങളിൽ കർത്താവ് റീസ്റ്റോർ ചെയ്തു. and God has restored us. ഇനിയും ചില വാഗ്ദത്തങ്ങൾ ബാക്കി നിൽക്കുകയാണ്. And even, some promises are still left. 2025 ചില കുടുംബങ്ങളുടെ വാഗ്ദത്ത നിവൃത്തിയുടെ വർഷമാണ്. Now this is a year of fulfillment of the promise. നമുക്കത് കണ്ണുകൊണ്ട് കാണാം. ഇപ്പോ We can see with our eyes. ഈ യോർദാൻ കഴിഞ്ഞാൽ, എരിഹോം കഴിഞ്ഞാൽ പിന്നെ വാഗ്ദത്ത ദേശത്ത് പോകുകയാണ്. And after Jordan, it is our promised land. അവിടെ കേറ്റത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ച് നിൽക്കുകയാണ്. And the enemy is, telling that he will not let you enter the land. നിങ്ങൾ അവിടെ കേറാൻ വേണ്ടിയിട്ട് ദൈവം പറയുന്നു, എന്തറിയാമോ? നിന്റെ ജനത്തെ നീ ശുദ്ധീകരിക്കാം. But God is telling us that we have to sanctify ourselves. ഹലോ, നിന്റെ ജനത്തെ നീ ശുദ്ധീകരിക്കാം. Sanctify. കോൺസിക്രേഷൻ അല്ലേ? അങ്ങനല്ലേ പദം? ഒരു ശുദ്ധീകരണത്തിലേക്ക് ദൈവസഭ തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു, നിങ്ങളോട് പറയാൻ. Holy Spirit wants us to be consecrated, or we have to sanctify ourselves. ഞാൻ വിശ്വസിക്കുന്നു 2025 എന്റെ കർത്താവ് വരും. And I believe our Lord might come in 2025. 2025 അവസാനം നമ്മളിൽ പലരും കണ്ടെന്ന് വരത്തില്ല. No, we may not be here to see the end of 2025. എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഒരു മാതാവ് ഈ വർഷവും മരിച്ചുപോയി. കഴിഞ്ഞ വർഷം എൻ്റെ അമ്മ മരിച്ചു. ഈ വർഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാതാവ് ഈ വർഷം മരിച്ചുപോയി. Last year I lost my mom. This year I lost another dear auntie which was close to my heart. നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകം വിട്ടു പോകുകയാണ്. And our dear ones are leaving us behind. മക്കളെ, കനാൻ ദേശത്ത് എത്താൻ തടസ്സമായ എല്ലാത്തിനും ഈ പാളയത്തിന് ഇപ്പുറത്ത് വെച്ച് ശുദ്ധീകരിച്ചോണം. യവനക്കാരോട്, കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കളോട് ആവർത്തി സന്ദേശം പുൽപ്പിച്ച് കൈമാറുന്നു. ഹോളിനെസ് മാറ്ററാണ്. അത് ജനം തയ്യാറാകേ വരും, കേൾക്കാൻ തയ്യാറായ മതിയാകുള്ളൂ. Let me remind you again that holiness matters, and even before we cross this Jordan to enter our promised land, we have to sanctify ourselves. Advance with the consecration. Sanctify ourselves to advance with consecration. ശുദ്ധീകരണത്തിലൂടെ പോവുക. Let us enter through consecration. പുതിയ വഴിയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം? So what are the things that we have to do as we go into the new way? ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞേ. ഒന്ന്, ദൈവത്തെ, താങ്ക് യു മോളെ, ദൈവത്തെ മുൻപിൽ നിർത്തുക. So advance with God. കാണിക്കരുത്. രണ്ടാമത്തത് പറഞ്ഞേ മോളെ, ഹബിമോൾ പറഞ്ഞേ. രണ്ടാമത്തത് advance with reverence. മൂന്നാമത്തത് പറഞ്ഞേ. Third one, മുന്നറിയിപ്പ്, ശ്രദ്ധിച്ചു പോകണം. പുതിയ വഴിയെ advance with caution. നാലാമത്തത് നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് പോയിക്കോണം കേട്ടോ. Advance with consecration or sanctify ourselves. മോളെ എന്താ മോളെ ഹാന ഉച്ചയാണ് പറഞ്ഞേ. നാലാമത്തെ പോയിന്റ് പറഞ്ഞു. ഇങ്ങോട്ട് പോയി പറഞ്ഞു. ശ്രദ്ധിച്ചിരിക്കണം. Advance with consecration. നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. We have to sanctify ourselves. അഞ്ചാമത്തത്, the fifth one, അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചു ഞാൻ അവസാനിപ്പിക്കാം. ചേർന്ന് പറഞ്ഞേ, ഈ 4 കാര്യം ചെയ്താൽ എന്ത് പറ്റും? So if you do these 4 things, what would happen? എന്ത് പറ്റും? എന്നോട് ചേർത്ത് പറ. നാളെ ഞാൻ അതിന് നാളെ എന്നുള്ളതിന്റെ ബ്രാക്കറ്റ് കൊടുക്കുന്നു. 2025. If we do that tomorrow, let me tell you, in 2025, യഹോവ God നാളെ 2025 in 2025 ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഇടയിൽ അതിശയം, അത്ഭുതം പ്രവർത്തിക്കും. If we do that, God will do tomorrow. The Lord will do wonders and miracles പ്രതീക്ഷിക്കുന്ന കർത്താവിൽ നിന്ന്. How many of you expect a miracle from 2025 അത്ഭുതം പ്രതീക്ഷിക്കുന്നവരെ കരമുയർത്തിക്കാട്ടെ. ശകാലാറാമാന ഹാതുരാന്ത ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു. ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിശയങ്ങൾ ഈ ഹോളിനകത്ത് ദൈവം തമ്പുരാൻ റിലീസ് ചെയ്യുകയാണ്. അടുത്ത വർഷത്തിലേക്ക് ഇന്ന് പകരം സംഭവിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ ഈ രാത്രിയിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ജനത്തെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുമ്പോൾ, and when we are ready to sanctify ourselves, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, as we give number 1 priority to God, ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ, when we give reverence to God, വിശുദ്ധിയോടെ സത്യയോടെ നടക്കാൻ തയ്യാറാകുമ്പോൾ, and when we move with caution, and when we God will do something.
നമ്മുടെ ഇടയിൽ കർത്താവ് എന്തോ ചെയ്യാൻ പോകുക. If we do that, God will do, something great among us. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ, യൗവനക്കാർ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത്? All the youngsters, if you believe it. ബാക്കിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ബാക്കിരിക്കുന്ന യൗവനക്കാർ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ്. യൗവനക്കാർ So കുഞ്ഞുങ്ങൾ, all the youngsters in the back row, would നിങ്ങളുടെ കരം ഉയർത്തി ഇങ്ങനെ പറഞ്ഞേ, can you lift up your hand and ദൈവം say, എന്റെ ജീവിതത്തിൽ പുതിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു പറഞ്ഞേ. God is going to do new things in my life. 2025 ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു പറഞ്ഞു. God is going to do something new in മക്കളെ my വിശ്വാസത്താൽ life. പറഞ്ഞോ, അല്ലെങ്കിൽ വിശ്വാസത്താൽ പറഞ്ഞോ, ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക. With faith, proclaim ദൈവം ചില that. അത്ഭുതം നമ്മുടെ കുടുംബത്തിൽ ചെയ്യാൻ പോകുക. Claim that victory. ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അത്ഭുതം ചെയ്യാൻ പോകുക. Hallelujah. God is going to do ചുടാറാമാന great things. ഹാർത്തരാ ദിനാത്മാവിൽ പ്രവചിക്കുന്നു, ദൈവം ചില അത്ഭുതങ്ങളെ ഞങ്ങളുടെ യൗവനക്കാരുടെ മധ്യത്തിൽ ചെയ്യാൻ പോകുക. Amen, amen. Yes, Lord, we believe in ഹല്ലേലൂയ, Jesus. Hallelujah. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പ്രഭുക്കന്മാർ പറഞ്ഞു. And after this, one more thing the leaders said. എന്താ അത്? അടുത്ത വാക്യം, ആറാമത്തെ വാക്യം. അത് It is verse 6. എന്താ അടുത്ത ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞറിയാമോ? What was it said in verse 6? പുരോഹിതൻ പറയാണ്, യോശുവ പറയാ, നിങ്ങൾ ലീഡേഴ്സ് എന്ത് ചെയ്യുക, നീങ്ങപ്പെട്ടു എടുക്കുക, അക്കരയോട്ട് പോകാൻ പറഞ്ഞു. അക്കരയോട്ട് എന്തോത്തിലൂടെ അക്കരെ പോകാൻ പറയുന്ന ഇവര് എന്താ മനസ്സിലാ? എന്താ യോർദാനിലോട്ട് പോകാനായി പറയുന്നേ. So now Joshua is speaking to the priest and said, take up the ark of the covenant and pass over before the people through the river Jordan. ലീഡേഴ്സ് പറയാണ്, ഈ ജനവുമായിട്ട് നിങ്ങൾ ജോർദാനിലേക്ക് പോയിക്കോളാം. So Joshua is telling the leaders, you go ahead and നമുക്ക് അതിന്റെ ക്ലൈമാക്സ് അറിയാവുന്നതുകൊണ്ട് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കും. നമുക്ക് ക്ലൈമാക്സ് അറിയത്തില്ല. Because we already know the climax, we have no surprises. എന്തോ ക്ലൈമാക്സ്? What is the climax? The river Jordan was, like a അവർക്കൊന്നും ക്ലൈമാക്സ് അറിയത്തില്ല. But they didn't know what was going to happen. പുരോഹിതന്മാര് പെട്ടകവുമായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോ, So when the priest started walking with the ark, അവര് കൂടെ നടക്കാൻ തുടങ്ങി. so this, like a people started എന്താണ് following. യോർദാന്റെ പ്രത്യേകത? Do you know what is the specialty of Jordan? കാലത്തൊക്കെയും കര കവിഞ്ഞൊഴുകി വരുന്നു. So this river Jordan has a specialty that every time when it's harvest, it will overflow. കര കവിഞ്ഞ് ഓവർഫ്ലോ ചെയ്ത് വരിക. So the river is overflowing. ഇവര് കാലെടുത്ത് വെച്ച് അവർ ഒഴുകി പോകും. So if they put their foot there, they will അവിടെ ഒരു also പദം കൊടുത്തു, അടിയൊഴുക്ക് ആഴമായിട്ടുള്ള റിവർ. So this is a river, that has a deep flow. അതിന്റെ നടുവിലേക്ക് ഈ ജനത്തോട് പറയുന്നത് എന്ത് ചെയ്യാ? സ്റ്റെപ്പ് വെച്ചോളാൻ. So that is when the Lord told through Joshua that put your feet there. എന്താ ദേവദാസൻ ഡോക്ടർ റോണി അവസാനം പറഞ്ഞ വാക്കെന്താ? ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ, അവസാനം പറഞ്ഞ വാക്കെന്താ? No, what did Dr. Ronnie say? ഹാർഡായിട്ടുള്ള വഴി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ എന്ത് പറ്റും? സമൃദ്ധി ദൈവം നമുക്ക് നൽകും. So even if we have to go through difficult paths, God has promised us that He will give us abundance even in that path. യോർദാന്റെ മേളിൽ കാൽ വെക്കണമെങ്കിൽ നമുക്കൊരു ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. In order for us to put your feet in Jordan, you have to have that great യോർദാന്റെ മേളിൽ faith. കാൽ വെക്കണമെങ്കിൽ നമുക്കൊരു ഫെയ്ത്ത് ഉണ്ടാകണം. You need to have great faith in order to നിന്നെ ഒഴുക്കി face കളയുന്ന Jordan. പ്രശ്നങ്ങളുടെ മേലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരു Hallelujah. വിശ്വാസം ജനത്തിനുണ്ടായിരിക്കണം. So we must have great faith in order to face the challenges. നിന്നെ ഒഴുക്കി കളയുന്ന പ്രശ്നങ്ങളിലേക്ക് നീ കാൽ വെക്കുന്ന പക്ഷേ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ പ്രശ്നത്തെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. Maybe the problems might be looking too big for you, but if you have faith in God, the problems will not conquer you, but you will conquer the problems. എത്ര പേര് പുതിയ ജേണിക്ക് തയ്യാറുണ്ട്? How many of you are ready for that new journey? എത്ര പേര് 2025 കണ്ടിട്ടില്ലാത്ത 25 പ്രവേശിക്കാൻ പോകുകയാണ്? So we are, about to enter 2025. ചേർന്ന് പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കും. 10:30 മണിക്ക് ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. 10:30 മണിക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. I'm concluding. കർത്താവേ, അടുത്ത വർഷം ഞാൻ ദൈവത്തെ മുൻപിൽ നിർത്തും. I will place you ahead of me, God, in the next year. ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ബഹുമാനത്തോടെ പ്രവർത്തിക്കും. And I will follow with reverence, in reverence to your presence. ഞാൻ സൂക്ഷ്മതയോടെ 2025 ആത്മമണ്ഡലങ്ങളിൽ സൂക്ഷ്മതയോടെ നടക്കും. I will advance with caution. ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ച് നടക്കാൻ തയ്യാറാകുന്നു. And I will sanctify myself. ഞാൻ വിശ്വാസത്തോടെ പ്രശ്നങ്ങളുടെ മേൽ കാല് വെക്കും. And I will face my problems with faith in my heart. പ്രശ്നം കണ്ട് പുറകോട്ട് ഞാൻ 2025 ഓടത്തില്ല. I will not, run back because I cannot face problems. എന്നോട് ചേർന്ന് പറയുമോ, പ്രശ്നത്തെ കണ്ട് ഞാൻ 2025 പുറകോട്ട് ഓടത്തില്ല. No, can you tell with me that I will not run away from the problems? മരണ യോർദാന്റെ മേൽ ഞാൻ കാല് വെക്കും വിശ്വാസത്താൽ. I will face the Jordan which might look, like it is going to kill me with എന്റെ faith. മുൻപിൽ യോർദാൻ പിളർക്കും.
And can you say with faith that Jordan will Ramana, be divided in Siyadhana. front of me? ചില കുടുംബങ്ങൾ ആത്മാവിൽ പറഞ്ഞ് എന്റെ Hallelujah. മുമ്പിൽ ചില യോർദാൻ പിളർന്നു തുറക്കും. The families, would you claim this that Jordans will be divided for me this year? എന്നിട്ട് ഞാൻ പുതിയ വഴി നടക്കും. And I will walk in the new way to my ചില promise. യോർദാനുകൾ പിളർക്കാൻ പോകുകയാ. No, some Jordans are about to be divided. ഞാൻ എന്നിട്ട് പുതിയ വഴി നടക്കും. And I will walk through that new journey. കാരണം എന്റെ മുമ്പിൽ സൈന്യനായകൻ നടന്നു പോകുന്നു. Because it is, the Lord of hosts walking ahead of me. എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകാമോ? Would you pray for a minute with me? ദൈവം വാഗ്ദത്തം പറഞ്ഞെങ്കിൽ യോശുവയെ നീ പേടിക്കണ്ട, സ്റ്റെപ്പ് എടുത്ത് വെച്ചോ. If God has given you a promise, don't be afraid, Joshua. You go ahead and place the step. ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം പാലിപ്പാൻ അവൻ വിശ്വസ്തനാണ്. If God has given you a promise, He is faithful to fulfill it. എന്റെ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? Do you believe that my God will do it? കർത്താവേ, ഞാൻ പുതിയ ജേണിക്കായിട്ട് ഒഴുകുകയാണ്. Lord, I am preparing for the new journey ahead of me. എങ്ങനെ 2025 ഞാൻ ആ ജേണി കണ്ടിന്യൂ ചെയ്യണമെന്ന് എന്നോട് പരിശുദ്ധാത്മ സംസാരിക്കുന്നു. And the Holy Spirit, is telling us how to move forward. ഞാനത് ചെയ്യാൻ തയ്യാറാണ് കർത്താവേ. Lord, I am ready to do it. തീരുമാനത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ എഴുന്നേറ്റ് നിൽക്കാം. Would you please stand up with me if you would take a decision that you would follow the guidance of the Holy Spirit? തീരുമാനത്തോടെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുമെന്ന് പറയാൻ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർ, With the decision that I will keep God first in my journey. സൂക്ഷിച്ച് എൻ്റെ ആത്മീയവിധം സൂക്ഷിച്ച് നടക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. If you take a decision that I will move with caution in my spiritual കുഞ്ഞെ, life. നീ 40 കൊല്ലം നടന്നത് ഈ വാഗ്ദത്ത കനാൻ ദേശത്തെത്താനാ. So you walked for 40 years, Israelites, just to enter this promised കുഞ്ഞെ, land. നീ മാറെ അനുഭവിച്ചത് ഇവിടെ എത്താൻ വേണ്ടിയിട്ടാ. You went through Mara just to reach this promised നീ land. മരുഭൂമിയിൽ ചൂട് മുഴുവൻ കൊണ്ടത് ഇവിടെ എത്താൻ വേണ്ടിയിട്ടാ. You walked through that wilderness just to enter this place. നിന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന ലീഡറിന് എത്താൻ കഴിഞ്ഞില്ല. Your leader was not able to enter there. പക്ഷെ നിന്റെ തലമുറ അവിടെ കയറാൻ പോകുക. But you are about to. ഒരു പുതിയ ജേണിയിലേക്ക് പ്രവേശിക്കുക. We are entering a new journey. ആത്മാവിൽ പ്രവചിക്കുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ തലമുറ ചില വാഗ്ദത്തങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്ന വർഷം 2025. Our children are going to receive some new promises in 2025. മോശയെ, നീ പ്രാപിക്കാത്തത് ചിലത് പുതിയത് നിന്റെ ജനം പ്രാപിക്കാൻ പോകുകയാണ് 2025. Moses, your people are going Rakama, to receive Shamana, something Rasiyatana. new in 2025. ഞാൻ ആത്മാവിൽ പ്രവചിച്ച് വീണ്ടും പറയും, 2025 എന്റെ തലമുറകൾ, നമ്മുടെ തലമുറകൾ ദൈവം ചില വാഗ്ദത്തങ്ങളോട് നിറയ്ക്കാൻ പോകുകയാ. In 2025, God is going to fill our children with some promises. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുക. Would you pray? വാഗ്ദത്തങ്ങൾ ചെയ്തവൻ വിശ്വസ്തനായ ദൈവം തന്നെ. The Lord who promised is faithful. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. To all in the name of Jesus. ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങൾ കർത്താവിനെ ആരാധിപ്പാൻ ഒരു ഭാഗ്യം ലഭിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. Praise God that we have gotten an opportunity to praise God in the last moments of this year. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ സന്ദേശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. We were listening to a great message. ഡോക്ടർ റോണി പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വാക്യം അവസാനമായി ഇങ്ങനെ പറഞ്ഞു, ഈവൻ ദ ഹാർഡ് പാത്വേസ് ഓവർഫ്ലോ വിത്ത് അബണ്ടൻസ്. As Dr. Roni was speaking, he concluded with a verse like this from Psalm 65. കഠിയായ പ്രയാസമുള്ള പാതകൾ മുൻപിൽ വന്നാലും അതിനെ സംതൃപ്തിയോടെ നിറയ്ക്കാൻ കഴിയുന്ന ദൈവത്തിന് സാന്നിധ്യമുണ്ട്. Hallelujah. Even the hard ways, that our God can fill with abundance. 2024 അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം വഴി നടത്തിയത് ഓർത്താൽ നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. കരമുയർത്തി കർത്താൻ സ്തോത്രം ചെയ്താട്ട്. Hallelujah. ഹല്ലേലൂയ. Let us give praise to the Lord who led us through difficult paths in 2024. എൻ്റെ പ്രിയ സുഹൃത്ത് പാസ്റ്റർ ബിജീൻ, എൻ്റെ മകൾ ആഷ്ലി, ഹസ്ബൻഡ് ഡാനിയൽ നമ്മുടെ കൂടെ ഇന്ന് ആരാധിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. We welcome dear Ashley and her husband Daniel. We welcome you and thank you for worshiping together with us. എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മകനാണ്, എൻ്റെ പ്രിയ സുഹൃത്താണ് റിജോ തോമസ്. നമ്മുടെ കൂടെ ചില ആഴ്ചകൾ ആരാധിക്കുന്നു. ഈ രാത്രിയിൽ നമ്മുടെ ആരാധിക്കുന്ന ഞങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്നു. And Ashley is our friend's daughter, while brother Rijo Thomas is worshiping with us. He's
my friend, and we are so happy that you are with us. ഹല്ലേലൂയ. ബാക്കി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ വന്ദനം ചെയ്യുകയാണ്. And everyone, we greet you in the name of Jesus. ഞാൻ അടുത്ത ചില 40 മിനിറ്റുകൾ നിങ്ങളോട് വചനം പറയാനായിട്ട് 20 മിനിറ്റ് ഞാൻ എടുക്കും, 20 മിനിറ്റ് മിനി എടുക്കും. I want to share with you from the word of God. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. Amen. നമ്മളൊരു പുതിയ വഴിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. So we are about to enter to a new year or a new way. ഇന്ന് രാവിലെ നമ്മൾ കേട്ടത് 4 വാക്കുകളാണ് പാസ്റ്റർ റജിയിൽ നിന്ന് നമ്മൾ കേട്ടത്. This morning we heard 4 different words from ഒന്നാമത്തെ Pastor വാക്കൊന്ന് Reggie. പറയാം ആർക്കെങ്കിലും? If you remember the first one, ഒന്നാമത്തെ വാക്ക്, കർത്താവേ നിന്റെ വഴി ഞങ്ങളെ, ഷോ മീ യുവർ വേസ്, നിന്റെ വഴി ഞങ്ങളെ കാണിച്ചു. so the first one was the prayer that show me your ways, Lord. പാസ്റ്റർ നമ്മുടെ ഇംഗ്ലീഷ് പാസ്റ്റർ ഇങ്ങനെയാണ് അവസാനിപ്പിച്ചത്, ഹാർഡായിട്ടുള്ള വഴികളിൽ നമ്മൾ പോകേണ്ടി വന്നാലും അവിടെ സമൃദ്ധി കൊണ്ട് ദൈവം നിറയ്ക്കും. And our English pastor ended like this: even though we have to go through difficult paths, God can fill us with abundance. നമ്മൾ ഒരു പുതിയ ജേർണി ആരംഭിക്കാൻ പോവുകയാണ്. And we are about to start a new journey, a new path. എല്ലാവരും റെഡിയാണോ ഒരു പുതിയ ജേർണി അങ്ങോട്ട് തുടങ്ങാനായിട്ട്? Are you all ready? 2025 വരവേൽക്കാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചേ. Are you all ready to welcome the new year 2025? ഹലോ, എന്നെ നോക്കി ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്തെന്നേ. ഓക്കെ ആണോ? നമ്മൾ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മളൊരു പുതിയ വർഷത്തെ വരവേൽക്കുകയാണ്. So children, we are about to enter into a new year. We are about to welcome a new year in less than 2 hours. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കേൾവിക്കാർ ചിന്തിക്കും, ഈ പെന്തക്കോസ്തുകാർക്ക് എന്താണ് ഈ എല്ലാ വർഷത്തിന്റെ അവസാന ദിവസം വലിയ ആഘോഷമാക്കുന്നതെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. Maybe people would think, why we make it a big deal, about the end of the year or the beginning of another year. ഞങ്ങൾക്ക് ഒരു ദിവസവും ഒരു പ്രത്യേകതയില്ല. So for Pentecostals, we have every day it's the same. No days are special for എന്നാൽ us. ഞങ്ങൾക്ക് എല്ലാ ദിവസവും പ്രത്യേകത ഉള്ളതുമാണ്. But on the other hand, every day is special for us as well. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നവരാണ്. Because every day we celebrate and we praise God. എന്റെ പ്രിയപ്പെട്ടവർ എഗ്രി ചെയ്യുന്നെങ്കിൽ ഒന്ന് നിങ്ങൾ ശബ്ദം ഉയർത്തി സ്തോത്രം ചെയ്തേ. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഈ രാത്രിയിൽ ലോകത്തുള്ള മനുഷ്യർ പലതിനാ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ ഈ രാത്രി വന്നത് യേശു ക്രിസ്തുവിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. So as a world, celebrate in many different ways, being out there, enjoying and celebrating, we as a church are gathered here in order to thank our God for His faithfulness in our lives. ഓസ്ട്രേലിയ, എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡ് ആണെന്ന് ആദ്യം. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഒക്കെ ഓൾറെഡി പുതിയ വർഷം ആയി കഴിഞ്ഞു. So in Australia, New Zealand, even in India, it's all New Year. അല്ലേ? ആദ്യം അവിടെ ഓസ്ട്രേലിയ അല്ലേ? ആദ്യം ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, പിന്നെ ഇന്ത്യ ഒക്കെ പുതിയ വർഷത്തേക്ക് കയറി കഴിഞ്ഞു. So many other countries, including our motherland, they are already in the new year. നമ്മൾ കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ കാണാം പുതിയ പാട്ടൊക്കെ പാടി നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും. Now after a few minutes, we also enter the new year with the new songs. അപ്പൊ അവർ നമ്മൾ നോക്കിച്ചിരിക്കും, അവരാണ്ട് കയറുന്നേ ഉള്ളെന്ന് പറയും. So they would look, they are only entering the new year, we are already in new year. അതുകൊണ്ട് ഈ മിനിറ്റിനും മണിക്കൂറിനൊന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല. So don't think that there is anything too special about the minutes or the നേരത്തെ seconds. 9 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരെ കണ്ണടഞ്ഞു വരുന്നുണ്ട്. കണ്ണടക്കരുത്, ഞാൻ വിളിക്കും, പേര് വിളിക്കും. So some of our people are used to sleep early. I know that you're sleepy. അപ്പൊ നമ്മള് ഒരു പുതിയ യാത്രയ്ക്ക് തയ്യാറാകുകയാണ്. But we are about to set up for a new journey. ഇന്നലെ കർത്താവൻ പറഞ്ഞു 11 ദിവസം കൊണ്ട് എത്തേണ്ടുന്ന സ്ഥലം ഒരു കൂട്ടം ജനം 40 വർഷം കൊണ്ടാണ് എത്തിയത്. So yesterday we heard that for a short journey of 11 days distance, a group of people had to travel for 40 years to enter that place. അവർ 40 വർഷം സഞ്ചരിച്ച് ആ ദേശം ഇങ്ങനെ കാണാനായിട്ട് അടുത്തെത്തിയിരിക്കുകയാണ്. So they traveled for years and years and years and years, and they are about to enter that land finally. മക്കളെ, അവരെ പ്രോമിസ് അവരെ മുമ്പിൽ വന്നു നിൽക്കുകയാണ്. So that means the land that they were looking for, or their promise, is right in front of them. അവരുടെ ലീഡർ ആ പ്രോമിസിനെ കണ്ണുകൊണ്ട് കണ്ടു, പോകാൻ പറ്റിയില്ല. And their leader was about to see that promise but could not enter. ലീഡർ കേറുന്നതിന് മുമ്പ് മരിച്ചു. Their leader did not enter the land when he died. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ വാക്യം വായിക്കുമ്പോൾ, and the book of Joshua chapter 1 verse 1 onwards, യോശുവയെ വിളിച്ചിട്ട് ദൈവം പറയുകയാണ്, and God called Joshua and said, നിങ്ങളുടെ ലീഡർ മോശ മരിച്ചു.
And Moses died, your leader Moses പക്ഷേ died. നിങ്ങളുടെ വാഗ്ദേശത്ത് നീ ഈ ജനത്തെ കൊണ്ടുപോകണം. But you have to let these people, lead these people to their promised ഈ land. വാക്ക് കേട്ട് പേടിച്ചു പോയി യോശുവ. And Joshua was afraid hearing this word. യോശുവയുടെ ദൈവം പറഞ്ഞു നീ ഭയപ്പെടേണ്ട. And God told Joshua, don't be മോശയുടെ afraid. കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. As I was with Moses, I will be with you. നീ ഈ ജനത്തെ അവിടെ കൊണ്ടെത്തിക്കും. And you will lead these people to their promised land. ഇപ്പോൾ അവര് കനാൻ ദേശത്തിന്റെ തൊട്ടിപ്പുറത്ത് ഒരു ജോർദാൻ കടന്നാൽ കയറാൻ പറ്റുന്നതിന്റെ ഇപ്പുറത്ത് ജോർദാനിൽ വന്ന് തമ്പടിച്ചു. So now they are in, like right beside Jordan, and if they cross this river Jordan, they will be in the promised land. മൂന്നാമത്തെയും 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചിന്തയ്ക്കായി പറയുന്നത്. And I am going to share with you from chapter 3 verses 1 through 6. ജോർദാന്റെ അടുക്കൽ വന്ന് തമ്പടിച്ചു. They are beside Jordan. ഹല്ലേലൂയ. Amen. തമ്പടിച്ചിട്ട് 3 ദിവസം അവിടെ പാർത്തു എന്ന് രണ്ടാമത്തെ വാക്യത്തിൽ കാണാം. In verse 2 of chapter 3 you can see that they stayed there for 3 days. A preparation for a new journey. ഒരു പുതിയ യാത്രയ്ക്ക് വേണ്ടി പോകാനായിട്ട് അവർ പ്രിപ്പയർ ചെയ്യുകയാണ്. They are preparing for their new journey. They are setting up for their new journey. 3 ദിവസം അവർ അവിടെ തമ്പടിച്ചിട്ട് അവരിങ്ങനെ പ്രിപ്പയർ ചെയ്യാണ് ഒരു പുതിയ സ്ഥലത്തേക്ക് പോകാനായി. And they are preparing to go to the new place. നമ്മളൊക്കെ ഒരു പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവർ സമയമെടുക്കും. So like our forefathers, they would prepare some time, with prayer. എല്ലാ വർഷവും ഒരു പുതിയ വർഷത്തെ പ്രവേശിക്കുന്ന മുമ്പ് ഞാൻ ആഹ്വാനം ചെയ്യും കുറച്ച് ദിവസമൊക്കെ ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. So I also encourage everyone to pray for a few days. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് എല്ലാവരും വരും. And 2 days. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് You all take time to come for prayer. ജോലിയില്ലാത്ത അത്യാവശ്യം യാത്രയില്ലാത്ത എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ സഭയിൽ അത് അങ്ങനെ ചെയ്യാറുണ്ട്. So you all come together for fasting and prayer. ഞാനത് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാം. And I appreciate you for that. എന്താ കാര്യം എന്നറിയാമോ? You know why? നാളെ നമ്മൾ സ്റ്റെപ്പ് വെക്കാൻ പോകുന്ന സ്ഥലം നമുക്ക് കണ്ടിട്ടില്ല. Because we don't know where are we going the next minute. എന്തൊക്കെ ഫേസ് ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല. We don't know what we are going to face. യോശുവയും ജനവും കൂടെ യോർദാന്റെ കരയിൽ വന്ന് തമ്പടിച്ചു. And Joshua and his people, they gathered and they were beside Jordan. രണ്ടാമത്തെ വാക്യം ഒന്ന് കാണിക്കാമോ? രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? രണ്ടാമത്തെ വാക്യം. 3 ദിവസം അവരെന്ത് ചെയ്തു? അവരവിടെ എന്ത് ചെയ്തു? അവർ ക്യാമ്പ് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ട് യോശുവയുടെ കൂടെയുള്ള ദ പ്രിൻസസ് ഓഫ് ദ ലീഡേഴ്സ് എന്ന പദം കൊടുത്തിട്ടുണ്ട്. അവർ ലീഡേഴ്സ് എഴുന്നേറ്റു. And their leaders, stood up. ലീഡേഴ്സ് എഴുന്നേറ്റിട്ട് പാളയത്തിലേക്ക് ജനത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങി. ചർച്ച് ഒരു വേർഷനിൽ അസംബ്ലിയുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് പറയുന്നുണ്ട്. So in one version it says they went to the assembly. അപ്പം ലീഡേഴ്സ്, പ്രിൻസസ്, അവരെ പുരോഹിതന്മാർ അവരുടെ ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നറിയാമോ? 3 ദിവസം ക്യാമ്പ് ചെയ്തപ്പോൾ God spoke. ദൈവം എന്തോ സംസാരിച്ചു അവരോട്. And God spoke to the leaders as they were camping there. അടുത്ത വർഷം നിങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. And God spoke to me, how we should move forward next year. അത് കേട്ട പ്രമാണിമാർ ജനത്തിനടുക്കലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. And these leaders after hearing that went to the people. ഒരു 5-6 കാര്യം അവർ പറഞ്ഞു അവരോട്. And they said few things. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുകയാണ്. I want to share with you those things. 5 പോയിന്റുകൾ പറയും, ഞാൻ അവസാനിപ്പിക്കും. And I will share with you 5 points. സമയം അനുവദിക്കുന്നെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം ഈ 5 പോയിന്റ്സ് ഞാൻ ചോദിച്ചിട്ടേ ഇരിക്കും. So children, these 5 points Pastor Uncle is going to ask you, okay? ഓരോ വാക്യം നിങ്ങൾ നോക്കണം. മോളെ where is your Bible മോളെ? ആഡു, where is your Bible? Please bring your Bible, okay? Don't forget. മോളെ ബൈബിൾ എന്ത് എടുത്ത്. Take your I'm going to read verse 3, chapter 3 verse 3. Book of Joshua, 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. Joshua chapter 3 verse 3. എന്താണ് ഈ ലീഡേഴ്സ് വന്ന് പറഞ്ഞത്? And what are these leaders telling? ഒന്നാമത് പറഞ്ഞത് എന്താണെന്നറിയാമോ? വായിക്കൂ, 3-ാമത്തെ വാക്യം വായിക്കൂ. നിങ്ങൾ കാണുമ്പോൾ പെട്ടകത്തിന്റെ പിന്നാലെ നിങ്ങൾ സഞ്ചരിക്കുക. You have to go after the ark.
ഹലോ, എന്താണ് പറഞ്ഞേ? നിങ്ങൾ പുതിയ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടാൻ പോകുകയാണ്. So you are about to go for a new journey. യഹോവയാം ദൈവത്തിന്റെ പെട്ടകം നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. So you have the ark of God, ark of covenant of the Lord with you. അത് ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പുറപ്പെടുമ്പോൾ പെട്ടകത്തിനെ ഫോളോ ചെയ്യുക. So when you see the Levites and the priests who are bearing the ark, you shall also get up from your place and go after it. Jeremy Matthew, what is the meaning of this ark of God? പെട്ടകത്തിന്റെ മീനിങ് എന്താ? So what does this ark of covenant or ark of God represent? പറഞ്ഞാട്ട് ഏബലമൻ പറഞ്ഞാട്ട് presence of God, ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നതാ. So it shows the presence of God. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പിന്നിൽ നിങ്ങൾ നടക്കുക. That means you have to walk behind the presence of God. Advance with God. ദൈവത്തിന്റെ പിന്നാലെ നിങ്ങൾ തുടരുക. We have to go after God, or we have to advance with God. ഒന്നുകൂടെ പറയാം, ദൈവത്തെ മുൻപിൽ നിർത്തുക. So in other words, like God should be ahead of us. പുതിയ ജേർണിക്ക് നിങ്ങൾ തയ്യാറാകുമ്പോൾ, As we are preparing for a new journey, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വഴിയിലേക്ക് സ്റ്റെപ്പ് വെക്കുമ്പോൾ, as you are entering a new way, എന്റെ ദൈവസഭ ജനം തയ്യാറാകണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. we have to give priority to God. കർത്താവിന് മഹത്വം കൊടുത്താട്ട് Amen. Hallelujah. അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ബിന്ദുമാമേ, എന്ത് ചെയ്യണം? പറഞ്ഞാട്ട് എന്ത് ചെയ്യണം? പെട്ടകത്തിന്റെ പുറകെ നിങ്ങൾ പോകണം. We have to go after the ark of God. നാലാമത്തെ വാക്യം, verse 4. Verse 4. എന്നാൽ നിങ്ങൾക്കും അതിന്റെ ഇടയിൽ 2000 മുഴം അല്ലെങ്കിൽ 3000 ഫൂട്ട് എന്നൊരു പദം കൊടുത്തു. 3000 അടി. 3000 അടി എന്ന് ഓൾമോസ്റ്റ് ഒരു 1.25 കിലോമീറ്റർ ഒരു ഗ്യാപ്പ് ഇടണം നിങ്ങൾ. So the gap between that and you should be 2000 cubits or 3000 feet. നിങ്ങൾ എന്നോടോ എന്തോ അതിന്റെ അർത്ഥം? എന്തോ നിങ്ങൾക്ക് മനസ്സിലായ അർത്ഥം? And what does it mean? പെട്ടകത്തിന്റെ പുറകെ നിങ്ങൾ പോകണം. You have to go after the ark. ദൈവം മുമ്പിൽ പോട്ടെ, നിങ്ങൾ പുറകെ പോയാൽ മതി. So you have to go after the presence of പക്ഷെ God. നിങ്ങൾ പോകുമ്പോൾ When you go, അല്പം ഒന്ന് ഗ്യാപ്പ് ഇട്ട് നടന്നോണം. you have to keep a distance or a എന്തോ gap. അതിന്റെ അർത്ഥം? ഒരു തിയോളജിയും പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്. സെക്കൻഡ് പോയിന്റ്, അഡ്വാൻസ് വിത്ത് റെവറൻസ് എന്നൊരു പദമുണ്ട്. So this is what one theologian opinioned about this, that you have to advance or you have to follow with reverence. ബഹുമാനത്തോടെ പിന്തുടരുക. No, as we follow, we have to show our reverence ദൈവ ഭയത്തോടെ പിന്തുടരുക. with the fear of God in our hearts. പക്ഷെ എന്താ അങ്ങനെ പറയാൻ കാരണം? Why do I say that? പണ്ട് ദാവീദിന്റെ കാലത്ത് During the time of David, ഈ പെട്ടകം അത് ഓബേദെദോമിന്റെ ഭവനത്തിലിരുന്നു. this ark was in the house of Obed-Edom. ആ പെട്ടകത്തെ കൊണ്ടുവരാനായിട്ട് ദാവീദ് തീരുമാനമെടുത്തു. And David decided to bring it back. തീരുമാനമെടുത്ത് കൊണ്ടുവരാനായിട്ട് താൻ ചെയ്യുന്ന കാര്യം 2 ശമൂവേൽ 6-1 മുതൽ 11 വരെ വാക്യം കൊടുത്തിട്ടുണ്ട്. And it is in the book of 2 Samuel chapter 6. അതിനകത്ത് നിങ്ങൾ നോക്ക്, 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത് 30,000 വിരുദ്ധന്മാരെ കൂട്ടി അവരെന്ത് ചെയ്തു? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിയിട്ട് അവരെന്ത് ചെയ്തു? അവിടെ തെറ്റി. ഇത് വിരുദ്ധന്മാരുടെ കൊണ്ട് നടക്കേണ്ട കാര്യമല്ല പെട്ടകം. പറഞ്ഞാട്ടെ, വിരുദ്ധന്മാരെ കൊണ്ട് നടക്കേണ്ട പെട്ടകം. So they were gathering many men from Israel to bring it back, but it is not supposed to be like that way. പിന്നെ ആരാ ചുമക്കേണ്ട ഇത്? So who are supposed to carry it instead? ലേവിയെന്നോ അല്ലെങ്കിൽ പുരോഹിതന്മാർ ചുമക്കേണ്ടതാണല്ലേ? So it is supposed to be the priest or the Levites should carry it. 2-ാം വാക്യം കാണിച്ചേ. In verse 2, 2-ാം വാക്യം കാണിച്ചേ. 4-ാമത്തെ വാക്യം വായിച്ചു. 4-ാമത്തെ വാക്യം, verse 4. കുന്നിന്മേലുള്ള അബിദാനാമിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുവരുമ്പോൾ അഹ്യോ പെട്ടകത്തിന്റെ അവിടെ തെറ്റിയോ? So in verse 4 that we read that they brought it out of the house of Abinadab, which was at Gibeah, accompanying the ark of God, and a man named Ahio went before the ark. ആർക്ക്
ചുമക്കേണ്ടത് പുരോഹിതന്മാരാണ്. And the ark was supposed to be carried by the priest. ആർക്ക് മുൻപിൽ പോകണം? The ark has to go നമ്മൾ ahead എന്ത് ചെയ്യണം? പുറകിൽ പോകണം. and we have to follow. ഞാൻ വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലേ? അവിടെ തെറ്റി. And like here the Lord പെട്ടകത്തിനോടുള്ള ബഹുമാനം ഈ കുഞ്ഞുങ്ങളെ അങ്ങ് പോയി. So the children lost their reverence to the presence of God because it has been sitting in their house. ഇത് വണ്ടിയിൽ നിന്ന് താഴേക്ക് പോകാൻ തന്നെ കയറി പിടിച്ചു. And a man tried to catch it when he saw that it was going to fall down. അപകടം പറ്റിയ ചരിത്രം നിങ്ങൾക്ക് വായിച്ചിട്ടില്ലേ? And you have read what happened there. അതുകൊണ്ടാണ് ഇനി നിങ്ങൾ വാഗ്ദേശത്തേക്ക് പോകുമ്പോൾ, പുതിയ ദേശത്തേക്ക് പോകുമ്പോൾ, that is why they were told as you are walking to your promised നിങ്ങളൊരു land 3000 ഫീറ്റ് ബാക്കി നടന്നാൽ മതി, അതിനോടൊരു ബഹുമാനത്തോടെ നടക്കണമെന്ന് ഒരു ദൂത് പുരോഹിതന്മാർ പറയുകയാണ്. And you have to keep a distance of 3000 feet so that you can show the reverence to it. 2025 നാം ഒരു പുതിയ ജേണിക്ക് തയ്യാറാകുമ്പോൾ ഒന്ന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. So let us remember that we give our first priority to God. രണ്ട്, ദൈവ ഭയം അല്പം ഒന്ന് കൂട്ടിയേക്കുക. Number 2, let us show more reverence to the presence of God. മക്കളെ, ദൈവ സാന്നിധ്യത്തിൽ നാം ബഹുമാനത്തോടെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുകയാണ്. And the Holy Spirit wants to tell us that we have to show reverence when we are in the presence of the Lord. മൂന്നാമത്തെ നാലാമത്തെ വാക്യം വീണ്ടും വായിക്കുമ്പോൾ മൂന്നാമത്തെ ചിന്ത, മൂന്നാമത്തെ എന്താ വായിക്കുന്ന അറിയാമോ? The third യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. verse 4 again. എന്താ വായിക്കുന്നേ? യോശുവയുടെ പുസ്തകം കണ്ടിന്യൂ, സഭ കണ്ടിന്യൂ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യും? മുമ്പിൽ ദൈവം, മുമ്പിൽ പുരോഹിതന്മാർ, മുമ്പിൽ ദൈവം, മുമ്പിൽ പെട്ടകം, നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഫോളോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വഴി അറിയാം. ഹലോ, നിങ്ങൾ വഴി തേടി പോകണ്ട. സ്തോത്രം പറഞ്ഞു. 2025 നാം വഴി തേടി പോകണ്ട. We don't have to go look for our own way. മുമ്പിൽ പുരോഹിതന്മാരും പെട്ടകവും കൂടെ പോവുക. So the presence of the Lord and the ark and the അവർ priest നമുക്ക് വേണ്ടി വഴി ഓപ്പൺ ചെയ്യും. and the way will be opened. അവർ യോർദാൻ നിനക്ക് വേണ്ടി വിഭാഗിച്ചു തരും. And the Jordan will be divided. അവർ പ്രശ്നങ്ങളെ അവർ ആദ്യം കാല് വെക്കും. And they will place their foot. നിങ്ങൾ അങ്ങനെ വഴി അറിയും. You will know the way in that way. ദൈവത്തെ ബഹുമാനിക്കാൻ തയ്യാറായാൽ, if we are ready to honor ദൈവത്തെ God, മുൻപേ വിടാൻ തയ്യാറായാൽ, if you are ready to let God നാം പോകേണ്ട വഴി 2025 ദൈവം നമുക്ക് കാണിച്ചു തരും. if we are ready to let God മനസ്സിലാകുന്നവരുടെ കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ട് Amen. ദൈവത്തിന് ഒന്നാം സ്ഥാനം, ദൈവത്തെ മുൻപിൽ വിടുക. If we are ready to give priority to God, He will show us the way to go. നിങ്ങൾ അങ്ങനെ വഴി അറിയും. And you will know the way that അടുത്ത way. വാക്യം എന്താ അറിയാമോ? What is the next ഈ verse? വഴി നിങ്ങൾ മുമ്പേ, എന്റെ അർത്ഥം എന്താ? For you have not passed this way before. ഇന്ന് രാവിലെ ഞാൻ ജെറമിയും കൂടെ ഞങ്ങൾ അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് വണ്ടി പിക്ക് പോയി. So this morning, Jeremy and I went to a far place to pick up a car. ആ വണ്ടി എടുത്ത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ആ ദേശമൊന്നും അറിയത്തില്ല, സ്ഥലമൊന്നും അറിയില്ല. So as we came out of that place, I have no idea about that place. ഞാൻ ജെറമിയോട് പറഞ്ഞൊരു വാക്ക് ഇതാണ്, മോനെ, നമ്മൾ ഇതുവരെ പോകാത്തൊരു വഴിയാണ്, സൂക്ഷിക്കണം. So I told Jeremy that this is a new way for us, we must be careful. ഈ വഴി നിങ്ങൾ മുമ്പേ പോയിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? What does it mean that you have not passed this way? മോള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പപ്പ പറയാണ്, മോളെ നീ ഇതിൽ പോകാത്ത വഴിയാണ്, സൂക്ഷിക്കണേ. സൂക്ഷിക്കണം എന്നല്ലേ? So suppose when you get out of your house in the morning, your dad says that you have not gone this way before, so be careful. That means you must pay more attention. Advance with caution. That is our third point, that we have to advance with caution. നിങ്ങൾക്ക് കർത്താവ് മുമ്പിലുണ്ട്. God is ahead of you. കർത്താവിനെ ബഹുമാനിച്ച് നടക്കുകയാണ്. We are giving reverence to Him. കർത്താവിനെ നമ്മൾ കണ്ടവരാണ്. We have seen God. കർത്താവിനെ കണ്ടു എന്ന കെറോഫിൽ നമുക്ക് തോന്നിയതുപോലെ നടക്കാൻ പറ്റത്തില്ല. Because we know God, we cannot walk. വല്ലവിധേനയും വൃതന്മാരെ തെറ്റിക്കാൻ നോക്കുന്ന അലർന്ന സിംഹം പോലെ പിശാച് നമ്മെ നോക്കിയിരിക്കുന്ന കാലഘട്ടമായത്. And the enemy is working his strategies to make us fall. 2024 വെല്ലുവിളിയല്ല നമ്മുടെ വെല്ലുവിളി 25. In 2025, that the challenges will be so more. be careful എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ദൂത് പറയുക. So
So Holy Spirit is giving us warning that we have to advance with മക്കളെ, ഇന്ന് വരെ caution. കണ്ടിട്ടില്ലാത്ത വഴി നീ യാത്ര ചെയ്യുമ്പോൾ As you walk in the new way that you have be never seen careful. before. സൂക്ഷിച്ച് നടക്കുക. We have to walk with caution. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? Amen. ഈ ശബ്ദത്തിലും ഈ മെസ്സേജിനും മുമ്പിൽ പുറത്തപ്പെടുന്ന കരം ഉയർത്തിക്കേ. ആർക്കും വരുന്നില്ല, പക്ഷെ കണ്ണൊക്കെ തൂങ്ങി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളെ ഉണർത്തിയിരുത്തുക എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. സ്തോത്രം. മൂന്നാമത്തെ ചിന്ത പറഞ്ഞ അനുമോളെ, ഒരു മുന്നറിയിപ്പാണ്. ഒരു മുന്നറിയിപ്പാണ്. So it's a ദൈവസഭയെ, warning. കുടുംബങ്ങളെ മുന്നറിയിപ്പാണ്. So it's കഴിഞ്ഞ 6 ദിവസം പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് 2025 പ്രവേശിച്ച് നിങ്ങളോട് പറയാൻ പറയുന്നു, ബി കെയർഫുൾ, ബി കെയർഫുൾ. ഒരു മുന്നറിയിപ്പ് പറയുകയാണ്, നിങ്ങൾ സൂക്ഷിച്ച് സ്റ്റെപ്പ് വെക്കുക. So as we advance, we have to give caution. നിങ്ങളുടെ പ്രതിയോഗി സർവശക്തനല്ല, അവൻ ശക്തനാണ്. So our enemy is not almighty, but he is strong. സർവശക്തൻ എൻ്റെ മുമ്പിൽ നടന്നു പോകുന്നുണ്ട്. But the Almighty is going ahead of us. അവൻ എനിക്ക് പിൻപിലും മുൻപിലും പടയായിട്ടുണ്ട്. And he is ahead of me and he is behind me. 2025 ആൽബനി ചർച്ചിന് സൈന്യ നായകനായി കർത്താവ് മുമ്പിൽ പോകുന്നുണ്ട്. And to Albany Church, are the host of the അവൻ army. He is മുമ്പേ ahead of പോയി us. താമ്ര ഓടാമ്പലുകളെ തകർക്കുവാൻ അവൻ എൻ്റെ മുമ്പേ സൈന്യ നായകനായി പോകുന്നുണ്ട്. He is the leader of the army, breaking every obstacle in ഞാൻ my എന്റെ way. പ്രാർത്ഥനാ മുറിയിൽ പിശാചോട് വെല്ലുവിളിച്ചിട്ട് ദൂത് തയ്യാറാക്കിയത്, പിശാചേ, എനിക്ക് മുമ്പേ പെട്ടകം പോകുന്നുണ്ട്, അവനെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയത്തില്ല. Hallelujah, hallelujah. ശുഡാറാമാന ഹർത്തരാധന ദൂത് മനസ്സിലാകുന്നവർ ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് കരമടിച്ച് ആരാധിക്കട്ടെ. എനിക്ക് മുൻപേ ഒരു സൈന്യ നായകൻ പോകുന്നുണ്ട്. Amen, 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 hallelujah. So be careful. കർത്താവിന്റെ പുറകിലേക്ക് പോയാൽ മതി, നമ്മൾ ടേൺ ചെയ്യാൻ പോകരുത്. So let us walk with caution, following his footsteps, not turning right or left. അപ്പോൾ മുന്നറിയിപ്പ് തരുന്നു, കോഷൻ തരുന്നു, ഒരു മുന്നറിയിപ്പ് തരുന്നു. എന്താണെന്നറിയാമോ? നമ്മൾ പുതിയ വഴിയിലോട്ട് പോകുന്നത്. ബി കെയർഫുൾ. അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം വായിച്ച്, 5-ാമത്തെ വേഴ്സ് 5. ലിസൺ, 2025 പരിശുദ്ധാത്മാവ് എനിക്ക് എന്നോട് പറയുക, നിങ്ങളോട് പറയാൻ പറയുക, മക്കളെ, ആടുമോളെ, കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടെ. സിമ്പിൾ മെസ്സേജ്, സിമ്പിൾ പോയിന്റ്സ്. നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് കയറാൻ So you are about to enter the promise now. മക്കളെ, കുടുംബമേ, നിങ്ങളുടെ വാഗ്ദത്തം കണ്ടുകൊണ്ട് കാണാം. So your promise is right in front of you. 24 റീസ്റ്റോർ ചെയ്യാന്ന കർത്താവ് പറഞ്ഞ് നമ്മളെ കയറ്റിവിട്ടത് ഇങ്ങോട്ട്. Now if God promised us to restore you, പല മണ്ഡലങ്ങളിൽ കർത്താവ് റീസ്റ്റോർ ചെയ്തു. and God has restored us. ഇനിയും ചില വാഗ്ദത്തങ്ങൾ ബാക്കി നിൽക്കുകയാണ്. And even some promises are still left. 2025 ചില കുടുംബങ്ങളുടെ വാഗ്ദത്ത നിവർത്തിയുടെ വർഷമാണ്. Now this is a year of fulfillment of the promise. നമുക്കത് കണ്ണുകൊണ്ട് കാണാം. ഇപ്പോൾ We can see with our eyes. ഈ യോർദാൻ കഴിഞ്ഞാൽ, എരിഹോം കഴിഞ്ഞാൽ പിന്നെ വാഗ്ദത്ത ദേശത്ത് പോവുകയാണ്. And after Jordan, it is our promised land. അവിടെ കേറ്റത്തില്ലെന്ന് ശത്രു വെല്ലുവിളിച്ച് നിൽക്കുകയാണ്. And the enemy is telling that he will not let you enter the land. നിങ്ങൾ അവിടെ കേറാൻ വേണ്ടിയിട്ട് ദൈവം പറയുന്നു, എന്തറിയാമോ? നിന്റെ ജനത്തെ നീ ശുദ്ധീകരിക്കാം. But God is telling us that we have to sanctify ourselves. ഹലോ, നിന്റെ ജനത്തെ നീ ശുദ്ധീകരിക്കാം. Sanctify. കോൺസിക്രേഷൻ അല്ലേ? അങ്ങനല്ലേ പദം? ഒരു ശുദ്ധീകരണത്തിലേക്ക് ദൈവസഭ തയ്യാറാകണമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു, നിങ്ങളോട് പറയാൻ. Holy Spirit wants us to be consecrated, or we have to sanctify ourselves. ഞാൻ വിശ്വസിക്കുന്നു 2025 എന്റെ കർത്താവ് വരും. And I believe our Lord might come in 2025. 2025 അവസാനം നമ്മളിൽ പലരും കണ്ടെന്ന് വരത്തില്ല. No, we may not be here to see the end of 2025. എനിക്ക് ഏറ്റവും പ്രിയമുള്ള ഒരു മാതാവ് ഈ വർഷവും മരിച്ചുപോയി. കഴിഞ്ഞ വർഷം എൻ്റെ അമ്മ മരിച്ചു. ഈ വർഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാതാവ് ഈ വർഷം മരിച്ചുപോയി. Last year I lost my mom. This year I lost another dear auntie which was close to my heart. നമ്മുടെ പ്രിയപ്പെട്ടവർ ലോകം വിട്ടു പോകുകയാണ്. And our dear ones are leaving us മക്കളെ, behind. കനാൻ ദേശത്ത് എത്താൻ തടസ്സമായ എല്ലാത്തിനും ഈ പാളയത്തിന് ഇപ്പുറത്ത് വെച്ച് ശുദ്ധീകരിച്ചോണം. യവനക്കാരോട്, കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കളോട് ആവർത്തി സന്ദേശം പുൽപ്പിച്ച് കൈമാറുന്നു. ഹോളിനെസ് മാറ്ററാണ്. അത് ജനം തയ്യാറാകേ വരും, കേൾക്കാൻ തയ്യാറായേ മതിയാകുള്ളൂ. Let me remind you again that holiness matters, and even before we cross this Jordan,
to enter our promised land, we have to sanctify ourselves. Advance with consecration. Sanctify ourselves, ശുദ്ധീകരണത്തിലൂടെ advance with പോവുക. consecration. ശുദ്ധീകരണത്തിലൂടെ പോവുക. Let us enter through consecration. പുതിയ വഴിയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം? So what are the things that we have to do as we go into the സാറമ്മ new ഒന്നാമത്തെ way? പോയിന്റ് പറഞ്ഞേ. ഒന്ന്, First ദൈവത്തെ point. താങ്ക് യു മോളെ, ദൈവത്തെ മുൻപിൽ നിർത്തുക. So advance with God. കാണിക്കരുത്. രണ്ടാമത്തത് പറഞ്ഞേ മോളെ, ഹബിമോൾ പറഞ്ഞേ. രണ്ടാമത്തത് Advance with reverence. മൂന്നാമത്തത് പറഞ്ഞേ, Third one, മുന്നറിയിപ്പ്, ശ്രദ്ധിച്ചു പോകണം, പുതിയ വഴിയെ ശ്രദ്ധിച്ചു advance പോകണം. with caution. നാലാമത്തത് നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് പോയിക്കോണം കേട്ടോ. Advance with consecration or sanctify ourselves. ആന മോളെ എന്താ മോളെ, ആന കൊച്ചിയാനെ പറഞ്ഞേ, നാലാമത്തെ പോയിന്റ് പറഞ്ഞേ. ഇങ്ങോട്ട് പോയി പറഞ്ഞു, ശ്രദ്ധിച്ചിരിക്കണം. Advance with consecration. നമ്മളെ തന്നെ ശുദ്ധീകരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. We have to sanctify ourselves. അഞ്ചാമത്തത്, The fifth one, അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചു ഞാൻ അവസാനിപ്പിക്കാം. ചേർന്ന് പറഞ്ഞേ, ഈ 4 കാര്യം ചെയ്താൽ എന്ത് പറ്റും? so if you do these 4 things, what would happen? എന്ത് പറ്റും? എന്നോട് ചേർത്ത് പറ. നാളെ ഞാൻ അതിന് നാളെ എന്നുള്ളതിന്റെ ബ്രാക്കറ്റ് കൊടുക്കുന്നു. 2025. If we do that tomorrow, let me tell you, in 2025, യഹോവ God നാളെ 2025 in 2025 ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഇടയിൽ അതിശയം, അത്ഭുതം പ്രവർത്തിക്കും. Now, if we do that, God will do tomorrow. The Lord എത്ര will പേര് do wonders among വണ്ടേഴ്സ് ആൻഡ് you. മിറക്കിൾസ് പ്രതീക്ഷിക്കുന്ന കർത്താവിൽ നിന്ന്? How many of you expect a miracle from the 2025 അത്ഭുതം പ്രതീക്ഷിക്കുന്നവരെ കരമുയർത്തിക്കാട്ടെ. ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു, ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു. ചില അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിശയങ്ങൾ ഈ ഹോളിനകത്ത് ദൈവം തമ്പുരാൻ റിലീസ് ചെയ്യുകയാണ്. അടുത്ത വർഷത്തിലേക്ക് ഇന്ന് പകരം സംഭവിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. Amen, amen, amen. കരമൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ ഈ രാത്രിയിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ജനത്തെ ശുദ്ധീകരിക്കാൻ തയ്യാറാകുമ്പോൾ, And when we are ready to sanctify ourselves, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, as we give number 1 priority to God, ദൈവത്തെ ബഹുമാനിക്കുമ്പോൾ, when we give reverence to God, വിശുദ്ധിയോടെ സത്യയോടെ നടക്കാൻ തയ്യാറാകുമ്പോൾ, and when we move with caution, and when we God will do something. നമ്മുടെ ഇടയിൽ കർത്താവ് എന്തോ ചെയ്യാൻ പോകുകയാണ്. if we do that, God will do something great among us. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ, യൗവനക്കാരെ കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നുണ്ടത്? All the youngsters, if you believe it. ബാക്കിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ബാക്കിരിക്കുന്ന യൗവനക്കാർ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ്. യൗവനക്കാർ So കുഞ്ഞുങ്ങൾ, all the youngsters in the back row, would you നിങ്ങളുടെ കരം please ഉയർത്തി stand? ഇങ്ങനെ പറഞ്ഞേ, Can you lift up your hand and ദൈവം say, എന്റെ ജീവിതത്തിൽ പുതിയ അത്ഭുതം ചെയ്യാൻ പോകുന്നു പറഞ്ഞേ. "Now God is going to do new things in my life. 2025 ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പോകുന്നു പറഞ്ഞേ. God is going to do something new in മക്കളെ my വിശ്വാസത്താൽ life." പറഞ്ഞോ, അല്ലെങ്കിൽ വിശ്വാസത്താൽ പറഞ്ഞോ, ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. With faith, proclaim ദൈവം ചില that. അത്ഭുതം നമ്മുടെ കുടുംബത്തിൽ ചെയ്യാൻ പോകുകയാണ്. Claim that victory. ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. Hallelujah. God is going to do ചുടാറാമാന great things ഹാർത്തരാ in ആത്മാവിൽ you. പ്രവചിക്കുന്നു. Hallelujah. ദൈവം ചില അത്ഭുതങ്ങളെ ഞങ്ങളുടെ യൗവനക്കാരുടെ മധ്യ ചെയ്യാൻ പോകുകയാണ്. Amen, amen. Yes, Lord, we believe in ഹല്ലേലൂയ, Jesus. Hallelujah. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പ്രഭുക്കന്മാർ പറഞ്ഞു. And after this, one more thing the leader said. എന്താ അത്? അടുത്ത വാക്യം, 6ാമത്തെ വാക്യമാണ്. It is verse 6. എന്താ അടുത്ത 6ാമത്തെ വാക്യത്തിൽ പറഞ്ഞറിയാമോ? You know what was it said in verse 6? പുരോഹിതൻ പറയാണ്, യോശുവ പറയാ, നിങ്ങൾ ലീഡേഴ്സ് എന്ത് ചെയ്യുക, നീങ്ങപ്പെട്ടു എടുക്കുക, അക്കരയോട്ട് പോകാൻ പറഞ്ഞു. അക്കരയോട്ട് എന്തോത്തിലൂടെ അക്കരെ പോകാൻ പറയുന്നവര് എന്താ മനസ്സിലെ എന്താ? യോർദാനിലോട്ട് പോകാനായി പറയുന്നേ. So now Joshua is speaking to the priest and said, "Take up the ark of the covenant and pass over before the people through the river Jordan." ലീഡേഴ്സ് പറയാണ്, ഈ ജനവുമായിട്ട് നിങ്ങൾ ജോർദാനിലേക്ക് പോയിക്കോളാൻ. So Joshua is telling the leaders, "You go ahead and നമുക്ക് അതിന്റെ ക്ലൈമാക്സ് അറിയാവുന്നതുകൊണ്ട് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കും. നമുക്ക് ക്ലൈമാക്സ് അറിയത്തില്ലേ? because we already know the climax, we have no surprises." എന്തോ ക്ലൈമാക്സ്? What is the climax? The river Jordan was, like a അവർക്കൊന്നും ക്ലൈമാക്സ് അറിയത്തില്ല. but they didn't know what was going to happen. പുരോഹിതന്മാര് പെട്ടകവുമായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോ, So when the priest started walking with the ark, അവര് കൂടെ നടക്കാൻ തുടങ്ങി. so this, like people started എന്താണ് following. യോർദാന്റെ പ്രത്യേകത? Do you know what is the specialty of the river Jordan? കാലത്തൊക്കെയും കര കവിഞ്ഞൊഴുകി വരുന്നു.
So this river Jordan has a specialty that every time when it's harvest, it will ഇവരിങ്ങനെ overflow. കാലകവിഞ്ഞ് ഓവർഫ്ലോ ചെയ്ത് വരിക. So the river is overflowing. ഇവര് കാലെടുത്ത് വെച്ച് അവർ ഒഴുകിപ്പോകും. So if they put their food there, they will അവിടെ ഒരു പദം also. കൊടുത്തു, അടിയൊഴുക്ക് ആഴമായിട്ടുള്ള ഒരു റിവർ. So this is a river, that has a deep flow. അതിന്റെ നടുവിലേക്കായി ജനത്തോട് പറയുന്നത് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് വെച്ചോളാൻ. So that is when the Lord told through Joshua that put your feet there. എന്താ ദേവദാസൻ ഡോക്ടർ റോണി അവസാനം പറഞ്ഞ വാക്കെന്താ? ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ, അവസാനം പറഞ്ഞ വാക്കെന്താ? Now what did Dr. Ronnie say? ഹാർഡായിട്ടുള്ള വഴി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ എന്ത് പറ്റും? സമൃദ്ധി ദൈവം നമുക്ക് നൽകും. So even if we have to go through difficult paths, God has promised us that He will give us abundance even in that അമ്മ path. യോർദാന്റെ മേളിൽ കാൽ വെക്കണമെങ്കിൽ നമുക്കൊരു ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. Now, in order for us to put your feet in Jordan, you have to have that great യോർദാന്റെ മേളിൽ faith. കാൽ വെക്കണമെങ്കിൽ നമുക്കൊരു ഫെയ്ത്ത് ഉണ്ടാകണം. You need to have great faith in order to നിന്നെ ഒഴുക്കി face കളയുന്ന Jordan. പ്രശ്നങ്ങളുടെ മേലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരു Hallelujah. വിശ്വാസം ജനത്തിനുണ്ടായിരിക്കണം. So we must have great faith in order to face the challenges. നിന്നെ ഒഴുക്കി കളയുന്ന പ്രശ്നങ്ങളിലേക്ക് നീ കാൽ വെക്കുന്ന പക്ഷേ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ പ്രശ്നത്തെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. Maybe the problems might be looking too big for you, but if you have faith in God, the problems will not conquer you, but you will conquer the problems. എത്ര പേര് പുതിയ ജേണിക്ക് തയ്യാറുണ്ട്? How many of you are ready for that new journey? എത്ര പേര് 2025 കണ്ടിട്ടില്ലാത്ത 25 പ്രവേശിക്കാൻ പോകുകയാണ്? So we are like about to enter 2025. ചേർന്ന് പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കും. 10:30 മണിക്ക് ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. 10:30 മണിക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. I'm concluding. കർത്താവേ, അടുത്ത വർഷം ഞാൻ ദൈവത്തെ മുൻപിൽ നിർത്തും. I will place you ahead of me, God, in the next year. ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ബഹുമാനത്തോടെ പ്രവർത്തിക്കും. And I will follow with reverence, in reverence to your presence. ഞാൻ സൂക്ഷ്മതയോടെ 2025 ആത്മമണ്ഡലങ്ങളിൽ സൂക്ഷ്മതയോടെ നടക്കും. I will advance with caution. ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ച് നടക്കാൻ തയ്യാറാകുന്നു. And I will sanctify myself. ഞാൻ വിശ്വാസത്തോടെ പ്രശ്നങ്ങളുടെ മേൽ കാലുവെക്കും. And I will face my problems with faith in my heart. പ്രശ്നം കണ്ട് പുറകോട്ട് ഞാൻ 2025 ഓടത്തില്ല. I will not, run back because I cannot face problems. എന്നോട് ചേർന്ന് പറയുമോ, പ്രശ്നത്തെ കണ്ട് ഞാൻ 2025 പുറകോട്ട് ഓടത്തില്ല. No, can you tell with me that I will not run away from the problems? മരണ യോർദാന്റെ മേൽ ഞാൻ കാലുവെക്കും വിശ്വാസത്താൽ. I will face the Jordan which might look, like it is going to kill me with എന്റെ faith. മുൻപിൽ യോർദാൻ പിളർക്കും. And can you say with faith that Jordan will be divided in front of me? ചില കുടുംബങ്ങൾ ആത്മാവിൽ പറഞ്ഞ് എന്റെ Hallelujah. മുമ്പിൽ ചില യോർദാൻ പിളർന്നു തുറക്കും. Your families, would you claim this that Jordans will be divided for me this year? എന്നിട്ട് ഞാൻ പുതിയ വഴി നടക്കും. And I will walk in the new way to my ചില promise. യോർദാനുകൾ പിളർക്കാൻ പോകുകയാ. No, some Jordans are about to be divided. ഞാൻ എന്നിട്ട് പുതിയ വഴി നടക്കും. And I will walk through that new journey. കാരണം എന്റെ മുമ്പിൽ സൈന്യനായകൻ നടന്നു പോകുന്നു. Because it is, the Lord of hosts walking ahead of me. എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകാമോ? Would you pray for a minute with me? ദൈവം വാഗ്ദത്തം പറഞ്ഞെങ്കിൽ യോശുവയെ നീ പേടിക്കണ്ട, സ്റ്റെപ്പ് എടുത്ത് വെച്ചോ. If God has given you a promise, don't be afraid, Joshua. You go ahead and place the step. ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം പാലിപ്പാൻ അവൻ വിശ്വസ്തനാണ്. If God has given you a promise, He is faithful to fulfill it. എന്റെ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ? Do you believe that my God will do it? കർത്താവേ, ഞാൻ പുതിയ ജേണിക്കായിട്ട് ഒഴുകുകയാണ്. Lord, I am preparing for the new journey ahead of me. എങ്ങനെ 2025 ഞാൻ ആ ജേണി കണ്ടിന്യൂ ചെയ്യണമെന്ന് എന്നോട് പരിശുദ്ധാത്മ സംസാരിക്കുന്നു. And the Holy Spirit, is telling us how to move forward. ഞാനത് ചെയ്യാൻ തയ്യാറാ കർത്താവേ. Lord, I am ready to do it. തീരുമാനത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ എഴുന്നേറ്റ് നിൽക്കാം. Would you please stand up with me if you would take a decision that you would follow the guidance of the Holy Spirit? തീരുമാനത്തോടെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കുമെന്ന് പറയാൻ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർ. With the decision that I will keep God first in my journey. സൂക്ഷിച്ച് എൻ്റെ ആത്മീയവിധം സൂക്ഷിച്ച് നടക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. If you take a decision that I will move with caution in my spiritual കുഞ്ഞേ, നീ journey. 40 കൊല്ലം നടന്നത് ഈ വാഗ്ദത്ത കനാൻ ദേശത്തെത്താനാ. So you walked for 40 years, Israelites, just to enter this promised കുഞ്ഞേ, land. നീ മാറെ അനുഭവിച്ചത് ഇവിടെ എത്താൻ വേണ്ടിയിട്ടാ. You went through Mara just to reach this promised നീ land. മരുഭൂമിയിൽ ചൂട് മുഴുവൻ കൊണ്ടത് ഇവിടെ എത്താൻ വേണ്ടിയിട്ടാ. You walked through that wilderness just to enter this place. നിന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന ലീഡറിന് എത്താൻ കഴിഞ്ഞില്ല.
Your leader was not able to enter there. പക്ഷെ നിന്റെ തലമുറ അവിടെ കയറാൻ പോവുക. But you are about to. ഒരു പുതിയ ജേണിയിലേക്ക് പ്രവേശിക്കുക. We are entering a new journey. ആത്മാവിൽ പ്രവചിക്കുന്നു, ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ തലമുറ ചില വാഗ്ദത്തങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്ന വർഷം 2025. Our children are going to receive some new promises in 2025. മോശയെ, നീ പ്രാപിക്കാത്തത് ചിലത് പുതിയത് നിന്റെ ജനം പ്രാപിക്കാൻ പോവുകയാണ് 2025. Moses, your people are going to receive something new in 2025. ഞാൻ ആത്മാവിൽ പ്രവചിച്ച് വീണ്ടും പറയുന്നു, 2025 എന്റെ തലമുറകൾ, നമ്മുടെ തലമുറകൾ ദൈവം ചില വാഗ്ദത്തങ്ങളോട് നിറയ്ക്കാൻ പോവുകയാണ്. In 2025, God is going to fill our children with some promises. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുക. Would you pray? വാഗ്ദത്തങ്ങൾ ചെയ്തവൻ വിശ്വസ്തനാദിയും തന്നെ. The Lord who promised is faithful. ഓ റവശന്തുനോ റോഗസിയാന്തനെ